ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ജസ്റ്റ് എ മിനിറ്റ്. റൈറ്റ്. ഓക്കെ, സോ സ്ക്രീൻ വിസിബിൾ ആണല്ലോ, എന്റെ സൗണ്ടും ക്ലിയർ ആണല്ലോ. റൈറ്റ്. ഗുഡ് മോർണിംഗ് ഷബീർ മേധ 666, വിഷ്ണുപ്രിയ മേധ. യെസ്, ഓക്കെ. സൗണ്ട് ആൻഡ് വീഡിയോ ഈസ് ക്ലിയർ. റൈറ്റ്. എന്റെ സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. റൈറ്റ്. ഓക്കെ, സോ ഇന്നലെ നമ്മുടെ PSC എന്ത് ചെയ്തു? നമ്മുടെ ജയിലറിന്റെയും, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ളവര് റെക്കോർഡിങ്സ് ഉണ്ടാവും, റെക്കോർഡിങ്സ് കാണാം. റൈറ്റ്. ഇന്നലെ നമ്മുടെ PSC ജയിലറിന്റെയും എക്സൈസിന്റെയും ഡേറ്റ്, അല്ല എക്സാമിന്റെ ഡേറ്റ് നവംബർ 11 17 എന്ത് ചെയ്തു? പോസ്റ്റ്പോൺ ചെയ്തു. സോ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് എന്താ പറയാ, മെന്റലി ഡൗൺ ആയി, അല്ല, ഒരുപാട് പേർക്ക് നെഗറ്റീവ്, ഒരുപാട് ഒപ്പീനിയൻസ് ആണ് പല ഭാഗത്തു നിന്നും ഉണ്ടായത്. പലരും അത് കേട്ട് നെഗറ്റീവായി, അല്ലെ, മെന്റലി ആൻഡ് ഫിസിക്കലി ഡ്രെയിൻ ഔട്ട് ആയി. എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ. PSCക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. റിസൾട്ട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അല്ലെ, റിസൾട്ട് ഓൺ ടൈമിൽ PSCക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാറ്. ഇപ്പൊ PSCയുടെ മുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഇനി അടുത്ത് നടക്കാനിരിക്കുന്ന എക്സാം രണ്ടും അങ്ങോട്ട് മാറ്റി വെക്കും. PSC എന്ത് ചെയ്തു? അതേപോലെ ചെയ്തു. PSCയുടെ മുമ്പിൽ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ലീവാണ്, ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. റൈറ്റ്. ഇന്ന് ലീവാണ് PSC ഓഫീസ്. അപ്പൊ PSC എന്ത് ചെയ്തു? അടുത്ത വീക്കെൻഡിലായിരിക്കും ഇനി റിസൾട്ട് വരിക. അടുത്ത വീക്കെൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജയിലർ എക്സാം ഉണ്ട് സെപ്റ്റംബർ 14. ബാക്കി 22 ദിവസം 23 ദിവസം അവിടെ ഉണ്ടാവുള്ളൂ. റിസൾട്ട് വന്നാൽ തന്നെ അടുത്ത ആഴ്ച. ഇപ്പൊ PSCക്ക് തന്നെ മനസ്സിലായി അടുത്ത ആഴ്ചയും റിസൾട്ട് വരാനുള്ള സാധ്യത കുറവാണ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. റൈറ്റ്. മേധ, വിഷ്ണുപ്രിയ. സോ PSCക്ക് തന്നെ മനസ്സിലായി അടുത്ത ആഴ്ചയും റിസൾട്ട് പബ്ലിഷ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. PSCക്ക് മനസ്സിലായി അല്ലേ? അത് മാത്രമല്ല, ജയിലർ എക്സാമിന്റെ 15 ദിവസം മുമ്പ് 14 ദിവസം മുമ്പ് ഹോൾ ടിക്കറ്റും റിലീസ് ചെയ്യണം. അപ്പൊ മൊത്തത്തിൽ എങ്ങായി? PSC കുടുങ്ങി അങ്ങോട്ട് വിട്ടുപോയി. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ അല്ല, റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ട് ആകെ 22 23 24 ദിവസമേ പഠിക്കാൻ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉദ്യോഗാർത്ഥികൾ കേസിനും പോകും. മിക്ക ഉദ്യോഗാർത്ഥികളും കേസിനും പോകും, അല്ലെങ്കിൽ PSCക്കെതിരെ പരാതി കൊടുക്കും. 22 ദിവസം അല്ലെ, റിസൾട്ട് വന്നിട്ട് 22 ദിവസം 23 ദിവസം, അതെങ്ങനെ പഠിക്കാൻ പറ്റും? ഇത്രയും വലിയ സിലബസ് പഠിക്കണമെങ്കിൽ തന്നെ ഒരു മിനിമം ഒരു 2 മാസം വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് കേസിന് പോകും. അപ്പൊ PSCക്ക് മനസ്സിലായി വി ആർ ഗോയിങ് ടു ബി, അല്ലെങ്കിൽ നമ്മൾ ട്രബിളിലേക്കാണ് പോകുന്നതെന്ന് PSCക്ക് മനസ്സിലായി. PSCയുടെ മുമ്പിൽ ഒറ്റ വഴിയുള്ളൂ, എക്സാം മാറ്റി വെച്ചു. എനിക്ക് കുഴപ്പമില്ല, റിസൾട്ട് 3 മാസം വൈകിയാൽ മെയിൻറ്റെയിൻ ചെയ്തു. ബട്ട് ഈ വന്നപ്പോ ഒബ്വിയസ്ലി നമുക്ക് ഹ്യൂമൻ ബീങ്സ് ആണ്, ഇല്ല, യൂണിവേഴ്സിറ്റി എക്സാം മാറ്റാനുള്ള സാധ്യതയില്ല, ലെസ് ചാൻസ് ആണ്, സാധ്യത വളരെ കുറവാണ്, സാധ്യതയില്ല. ഇത് ചെയ്യാൻ പറ്റും. ഇത് കുടുങ്ങിപ്പോയി, ജയിലർ എക്സാം വരുന്നുണ്ട്, അപ്പൊ കുടുങ്ങിപ്പോയി. അപ്പൊ അതുകൊണ്ടാണ് ഇത് മാറ്റിയത്. അപ്പൊ ഡേറ്റ് ഇവിടെ ചേഞ്ച് ആയിട്ടുള്ളൂ. ഓൺലി ഡേറ്റ് ഹാസ് ചേഞ്ച്. എക്സൈസ് ഇൻസ്പെക്ടർ ആവണം, ഇൻസ്പെക്ടർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആവണം. കിട്ടുന്നവരെ അറിയില്ലെങ്കിലും ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, okay. Yes. Just a minute.
ഓക്കെ, റെക്കോർഡിങ്സ് ഉണ്ടാവും. ഞാൻ എന്ത് ചെയ്യും, എല്ലാം മെർജ് ചെയ്തിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യാം. റൈറ്റ്, ഇപ്പൊ ഓഡിയോ ക്ലിയർ ആണല്ലോ, സ്ക്രീൻ വിസിബിൾ ആണല്ലോ, PDF കാണുന്നുണ്ടല്ലോ, എന്നെ കാണുന്നില്ലെങ്കിലും കുഴപ്പമില്ല, PDF വിസിബിൾ ആണല്ലോ. റൈറ്റ്, യെസ്, എവറിത്തിങ് ഈസ് ക്ലിയർ. റൈറ്റ്, നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യാം, മുമ്പുള്ള കാര്യങ്ങൾ കൂടി വൺസ് അഗൈൻ റിപ്പീറ്റ് ചെയ്യാം. ഒന്നുമില്ല, PSC എന്ത് ചെയ്തു, 2 എക്സാം അല്ലെ, ജയിലറിന്റെയും എക്സൈസിന്റെയും എക്സാം പോസ്റ്റ്പോൺ ചെയ്തു. സോ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ഒപ്പീനിയൻസ് നമ്മൾ ടെലിഗ്രാമിൽ കണ്ടു, അല്ലെങ്കിൽ PSC റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടു. നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഡൗൺ ആയി, മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ഡൗൺ ആയി. സോ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ എക്സാമിന്റെ ഡേറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഓൺലി ദ ഡേറ്റ് ഹാസ് ചേഞ്ച്ഡ്. നമ്മുടെ ഗോള് അല്ലെ, ഇറ്റ് ഈസ് ഫിക്സ്ഡ്. നമ്മുടെ സ്വപ്നം, നമ്മുടെ ഗോള് ചേഞ്ച് ആയിട്ടില്ല. ഇതുവരെയായിരുന്നു നമ്മൾ ജസ്റ്റ് മുമ്പ് 5 മിനിറ്റ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോഴേക്ക് കണക്ഷന്റെ പ്രശ്നം വന്നു, ഞാനത് റീകണക്ട് ചെയ്തു. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ സ്വപ്നം എക്സൈസ് ഇൻസ്പെക്ടർ ആവണം, അല്ലെങ്കിൽ ജയിലർ ആവണം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആവണം, അല്ലെങ്കിൽ കമ്പനി ബോർഡ് കയറണം, കമ്പനി ബോർഡിൽ ഏതെങ്കിലും ബോർഡിൽ കയറണം. ആ സ്വപ്നം ഇപ്പോഴും ഫിക്സ്ഡ് ആണ്, അതിനൊരു മാറ്റവും വന്നിട്ടില്ല. ഓൺലി ദ ഡേറ്റ് ഹാസ് ചേഞ്ച്ഡ്. നമ്മുടെ സ്വപ്നം അതേപോലെ തന്നെ ഉണ്ട്. റൈറ്റ്, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ലൈഫ് എന്നുള്ളത്, ഓക്കെ, നമ്മുടെ ജീവിതം എന്നുള്ളത് നമുക്ക് മെയിൻലി 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് അൺകൺട്രോളബിൾ ആയിട്ടുള്ള തിങ്സ് ആണ്, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. നോക്കിയാൽ മതി, ഞാനിപ്പോ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ എക്സാമിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. പിന്നീട് നമ്മുടെ ജീവിതത്തിലുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. ഇത് രണ്ടും കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിതം എന്നുള്ളത്. നമുക്കിവിടെ എക്സാം തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഒരു പരീക്ഷയിൽ അല്ലെ 70 to 80% നമ്മുടെ കയ്യിൽ തന്നെയാണ് ഒരു എക്സാമിന്റെ കൺട്രോൾ. 70 to 80% നമ്മുടെ കയ്യിൽ തന്നെയാണ് അല്ലെ. നമുക്ക് നല്ല രീതിയിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം, നല്ല രീതിയിൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാം, ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കാം, ബാക്ക്ലോഗുകൾ ഇല്ലാതെ പഠിക്കാം, പ്രോപ്പർ ആയിട്ട് റിവിഷൻ ചെയ്യാം അല്ലെ. ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ എക്സാമിന് നമ്മൾ സക്സസ് ആവണോ എന്ന് തീരുമാനിക്കുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ശരിയാണ്, ദർ ആർ സം അൺകൺട്രോളബിൾ തിങ്സ് അല്ലെ. നമ്മളിപ്പോ പറയും ലക്ക് എന്ന് പറയും, കുറെ പേര് ലക്ക് എന്ന് പറയും, മറ്റു കുറെ പേര് ദൈവത്തിന്റെ എന്താ പറയാ, ദൈവത്തിന്റെ ഹെൽപ്പ് ഇല്ലാതെയായി, അല്ലെങ്കിൽ ദൈവം നമ്മളെ സഹായിച്ചില്ല എന്നൊക്കെ പറയും അല്ലെ. നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് പോലും ചിലപ്പോൾ നമ്മൾ തെറ്റിച്ചിട്ട് വരും. ദർ ആർ സം അൺകൺട്രോളബിൾ തിങ്സ്. ശരിയാണ്, അൺകൺട്രോളബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഒരു എക്സാമിനുണ്ട്. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ എക്സാമിനേഷൻ ഹാളിൽ പോയിട്ട് ആ ദിവസം നമ്മൾ എന്തെങ്കിലും കാരണവശാൽ കുളമാക്കിയാൽ എക്സാം പോയി അല്ലെ. നമ്മുടെ ആ 1 മണിക്കൂറിൽ നമ്മൾ കഷ്ടപ്പെട്ട 6 മാസം പോകും. യെസ്, ശരിയാണ്, ഇത് നമ്മുടെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള തിങ്സ് ആണ് അല്ലെ. വി കാൻ ഡു എനിത്തിങ്. ലക്ക് അപ് ടു 20%, 20%, 30%. ഞാൻ ഇപ്പോഴും പറയും, ഒരു എക്സാം എന്നുള്ളത് നമുക്ക് ഭാഗ്യം വേണം. എക്സാം എന്നുള്ളത് പഠിച്ചുകൊണ്ട് മാത്രം കിട്ടുന്ന ഒരു കാര്യമല്ല, നമുക്ക് ഭാഗ്യം കൂടി വേണം. ബട്ട് 70 to 80% നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ. 100%-ല് ഒരു മേജർ ഡോമിനേഷൻ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഫോക്കസ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഈ 20% നമ്മുടെ കയ്യിൽ കിട്ടാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ PSC ഡേറ്റ് മാറ്റി. കട്ടാവുന്നുണ്ടോ? I don't know what is the reason. ഇവിടെ ഓക്കെയാണ്, കട്ടാവുന്നുണ്ടല്ലോ സാർ. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല മഴയാണ്. ഓക്കെ, ഇന്നലെ മഴ ഉണ്ടായിരുന്നില്ല, ഇന്ന് വീണ്ടും നല്ല മഴയാണ്, രാവിലെ മുതലേ മഴയാണ്. മേ ബി അതിന്റെ ഒരു ഇന്റർനെറ്റ് പ്രോബ്ലം ഉണ്ടാവാം. കട്ടാവുന്നില്ല, കുറെ സ്ഥലത്ത് മഴയാണ് എനിക്കറിയാം. അപ്പോ മേ ബി നിങ്ങളുടെ ഭാഗത്തുനിന്നും റേഞ്ച് ഇഷ്യൂസ് ഉണ്ടാവാം, ഇവിടെയും റേഞ്ച് ഇഷ്യൂസ് ഉണ്ടാവാം. ക്ലിയർ ആണ്, റൈറ്റ്. സോ യു ഷുഡ് ഫോക്കസ് ഹിയർ. നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്യണം, അല്ലാതെ നിങ്ങളുടെ കയ്യില് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എക്സാമും പോസ്റ്റ്പോണ്ട് ചെയ്തു, നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമാണോ? അല്ല. ദിസ് ഈസ് സംതിങ് അൺകൺട്രോളബിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
ഇപ്പൊ ഓക്കെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ, അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സാം പോസ്റ്റ്പോൺ ചെയ്തത്, പി എസ് സി പോസ്റ്റ്പോൺ ചെയ്തത്. നമ്മൾ ഇവിടെ കരയാതെ വി ഹാവ് ടു ഫോക്കസ് ഹിയർ. മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്തും ആയിക്കോട്ടെ, നമ്മുടെ ഒരു ജീവിതത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോ എക്സാമിന്റെ എക്സാമ്പിൾ വെച്ച് പറയാണ്, പല കാര്യങ്ങളും, ഏത് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇഫ് യു ആർ ഇൻ എനിത്തിങ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അവിടെ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ ജസ്റ്റ് ഫോക്കസ് അപ്പോൺ ഹിയർ. ഇതിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ യു വിൽ ബി സക്സസ്. ഫസ്റ്റ് തിങ്, ഏജന്റ് സീറോ സാർ ബ്രേക്ക് ആവുന്നുണ്ട് ഇടക്ക്. വേറെ ആർക്കെങ്കിലും ഇടക്ക് ബ്രേക്ക് ആവുന്നുണ്ടോ? വേറെ ആർക്കെങ്കിലും ഇടക്ക് ബ്രേക്ക് ആവുന്നുണ്ടോ? നോ സാർ, ഇല്ല. റൈറ്റ്. ഏജന്റ് സീറോ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് അടിച്ചിട്ട് വീണ്ടും ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് അടിച്ചിട്ട് വീണ്ടും ജോയിൻ ചെയ്താൽ മതി. സോ ഈ കാര്യം എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ വെക്കുക. റൈറ്റ്. കൺട്രോളബിൾ ആയിട്ടുള്ള തിങ്സിനെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ജീവിതത്തിൽ നമുക്ക് അൺകൺട്രോളബിൾ ആയിട്ടുള്ള തിങ്സിനെ ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമില്ല. റൈറ്റ്. നൗ കം ഹിയർ. പലരും വിചാരിച്ചിരിക്കുന്നത് കുറെ സമയം കിട്ടി അല്ല, എക്സാം ചേഞ്ച് ചെയ്തു. എക്സാം ചേഞ്ച് ചെയ്തു എന്ന് പറയുമ്പോൾ എക്സൈസിന്റെയും ജയിലറിന്റെയും ചേഞ്ച് ചെയ്തിട്ടുള്ളൂ, യൂണിവേഴ്സിറ്റി ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. റൈറ്റ്. സോ പലരും വിചാരിച്ചിരിക്കുന്നത് എക്സാം ചേഞ്ച് ചെയ്തു, സോ വി വിൽ ഗെറ്റ് മോർ ടൈം, നമുക്ക് കുറച്ചുകൂടി ടൈം കിട്ടും അല്ലെ. അപ്പൊ ടൈം കിട്ടുമ്പോ പലരും വിചാരിക്കും നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം. ആക്ച്വലി നിങ്ങൾക്ക് മോർ ടൈം കിട്ടുമ്പോ അതിനർത്ഥം ബെറ്റർ പ്രിപ്പറേഷൻ. ബെറ്റർ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ അവിടെ മോർ കോമ്പറ്റീഷൻ. കൂടുതൽ സമയം കിട്ടിയത് കൊണ്ട് അത് റിലാക്സ് ചെയ്യാം എന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടത്. ഓക്കെ, ദർ ആർ സം ഹാർഡ് കോർ സീരിയസ് ആസ്പിറൻസ്. അവരെന്ത് ചെയ്യും, ഈ ടൈമിനെ ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യും. കാര്യം അവർക്കറിയാം ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ സെക്കൻഡ് ചാൻസ് കിട്ടിയെന്ന് വരില്ല. അല്ലെങ്കിൽ ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്ത ഒരു ഉദ്യോഗാർത്ഥിയാണെന്ന് വിചാരിക്കുക, ഇതുവരെ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, അവന്റെ മുമ്പിൽ ഇത്രയും സമയം കിട്ടി, വീണ്ടും 60 ദിവസം കിട്ടി അല്ലെ, വീണ്ടും 60 ദിവസം കിട്ടുകയാണ്. ഒബ്വിയസ്ലി ഹി വിൽ ഡു വാട്ട് എവർ ഹി ക്യാൻ. അപ്പൊ ഇത്രയും ദിവസം പഠിച്ചിട്ട് അല്ലെ, ഇപ്പൊ ഒരു ബ്രേക്ക് വരുമ്പോ നമ്മൾ ആരാവും അല്ലെ, ഇവരുമായിട്ട് കോമ്പറ്റീഷനിൽ തോക്കും. അപ്പൊ എന്ത് ചെയ്യണം, മോർ ടൈം സമയം കൂടുന്നതിനനുസരിച്ച് കോമ്പറ്റീഷൻ കൂടുകയുള്ളൂ. അത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ദിസ് ഈസ് നോട്ട് ദ ടൈം ഫോർ റിലാക്സ് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല. ഓക്കെ, ഈ കൂടുതൽ സമയം എന്ത് ചെയ്യണം, നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കണം. ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരോട് ഒരു കാര്യം പറയാം, സീരിയസ് ആയിട്ട് എടുക്കുക. ഇത്രയും സമയം എന്താണെന്നറിയോ, യൂണിഫോം പോസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അവർ ഇതിന് മാത്രമേ കണ്ണു വെച്ചിരുന്നത്. ഓക്കെ, എനിക്ക് ജയിലറും എക്സൈസിനും കണ്ണു വെക്കാം, തൽക്കാലത്തേക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അവിടെ നിൽക്കട്ടെ. ഇനി എന്ത് ചെയ്യും, ഇവര് കൂടി ഇങ്ങോട്ടേക്ക് വരും. സോ ഇറ്റ് വിൽ ഹാവ് മോർ കോമ്പറ്റീഷൻ. മനസ്സിലായോ? സോ ദിസ് ഈസ് നോട്ട് ദ ടൈം ഫോർ റിലാക്സേഷൻ. നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള ടൈം ഇനിയും ആയിട്ടില്ല. മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതുവരെ പ്രിപ്പറേഷൻ ചെയ്ത് വരുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും അല്ലെങ്കിൽ ഇതുവരെ ഒന്നും പഠിക്കാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിലും ടേക്ക് ദിസ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി. ഇതുവരെ പഠിക്കാത്ത ഉദ്യോഗാർത്ഥികൾ ഇനി പഠിച്ചാലും എക്സാം ക്രാക്ക് ചെയ്യാം. ഇതുവരെ പഠിച്ചു വന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങളെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ശരിയാണ്, നിങ്ങൾക്ക് ചെറിയ രീതിയിലൊന്ന് റിലാക്സ് ചെയ്യാം, നിങ്ങൾക്ക് ഓണമൊക്കെ ആഘോഷിക്കാം. ഓക്കെ, ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള ടാർഗറ്റുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാം. പക്ഷെ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതെപ്പോഴും ആലോചിക്കുക, കൂടുതൽ സമയം കിട്ടുന്നതിന് അതിനർത്ഥം ഇറ്റ് ഈസ് ഈക്വൽ ടു മോർ കോമ്പറ്റീഷൻ എന്നാണ്. അല്ലാതെ സമാധാനത്തിൽ പഠിക്കുക എന്നുള്ളതല്ല, അല്ലെ റിലാക്സേഷൻ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് പഠിക്കുക എന്നുള്ളതല്ല. റിലാക്സ് ചെയ്യാം, യു ക്യാൻ റിലാക്സ്. ഇപ്പൊ നിങ്ങൾ അടുത്ത മാസമാണ് എക്സാം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറെ പേര് ജയിലറിന്റെ ഒക്കെ ഭയങ്കര ഹെക്ടിക് ആയിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അതൊന്ന് റിലാക്സ് ചെയ്യാം. റൈറ്റ്. നൗ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, വാട്ട് ഷുഡ് ഐ ഡു? ഇനി ഉറപ്പാണ് പ്രിലിംസിന്റെ റിസൾട്ട് എന്തായാലും 2 ആഴ്ച വൈകും, ഷുവറാണ്. എന്തായാലും 1 വീക്ക് എന്തായാലും വൈകും. സോ നിങ്ങൾ പ്രിലിംസിന്റെ റിസൾട്ട് ഇന്ന് വരുമോ നാളെ വരുമോ, ഇന്ന് വരുമോ നാളെ വരുമോ നോക്കിയിരിക്കാതെ സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ.
എനിക്ക് തോന്നുന്നു ഇനിയും രണ്ടാഴ്ചയോളം പ്രിലിംസിന്റെ റിസൾട്ട് സമയമെടുക്കാം. റൈറ്റ്. നൗ നിങ്ങൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളും ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണോ, SBCID ആണോ, എക്സൈസ് ആണോ, ജയിലർ ആണോ, കമ്പനി ബോർഡ് ആണോ, സബ് ഇൻസ്പെക്ടർ ഡിഫറെന്റ് കേസ് ആണ് കേട്ടോ. സബ് ഇൻസ്പെക്ടർ ഡിഫറെന്റ് കേസ് ആണ്, അത് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ നോക്കിയേ, സിലബസ് നോക്കിയേ, മൊത്തത്തിൽ സിലബസ് എടുത്ത് നിങ്ങൾ നോക്കിയേ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് 13 മാർക്കിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ ഇവിടെ പഠിക്കുന്നത് തന്നെയാണ്. SBCID എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഒരു രീതിയിലുള്ള സ്പെഷ്യൽ ടോപ്പിക്കും ഇല്ല. ആകെ 5 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ആക്ടുകൾ മാത്രമേ കയറി വരുന്നുള്ളൂ. എക്സൈസിന്റെ നോക്കുകയാണെങ്കിലും ജയിലറിന്റെ നോക്കുകയാണെങ്കിലും സിലബസിൽ ആകെ 20 മാർക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇതിനർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിലബസ്, എല്ലാത്തിന്റെയും സിലബസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഒരു 14-20 മാർക്കിന്റെ ഡിഫറൻസ് മാത്രമേ സിലബസിൽ വരുന്നുള്ളൂ. മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കണ്ട എന്ത് എല്ലാത്തിന്റെയും സിലബസ് ഭയങ്കരമായിട്ട് ചേഞ്ച് ഉണ്ട്. ഇല്ല, നിങ്ങൾ നോക്കിയേ, പോയിട്ട് സിലബസിന്റെ ഫസ്റ്റത്തെ പേജ് പോയി നോക്കിയേ, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇനി വരുന്ന ദിവസങ്ങളിൽ, ഓക്കെ, ആക്ച്വലി ഇവിടുന്ന് മുതലാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. ഇനി വരുന്ന ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? സിലബസിനെ 3 ഡിവൈഡ് ചെയ്യണം. യു ഹാവ് ടു ഡിവൈഡ് യുവർ സിലബസ് ഇൻ ടു 3. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസത്തിനെ നിങ്ങൾ 3 ഡിവൈഡ് ചെയ്യണം. പലരും വിചാരിച്ചിരിക്കുന്നത് രാവിലെ മുതലേ രാത്രി വരെ സ്പെഷ്യൽ ടോപ്പിക്കും പിടിച്ചിരുന്നു കഴിഞ്ഞാൽ എക്സാം ക്രാക്ക് ചെയ്യുന്ന അല്ല. പലരും അതാണ്, രാവിലെ മുതൽ രാത്രി വരെ എന്ത് ചെയ്യും? സ്പെഷ്യൽ ടോപ്പിക്കിന്റെ PDF പിടിച്ച് അങ്ങനെ ഇരിക്കും. അത് മാത്രം, സ്പെഷ്യൽ ടോപ്പിക് മാത്രം പഠിക്കും. ഒരു കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ദിവസം എന്ത് ചെയ്യണം? 3 ഡിവൈഡ് ചെയ്യണം. ഫസ്റ്റ് സ്ലോട്ട് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, എല്ലാ എക്സാമിനും സെയിം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏത് എക്സാം ആയിക്കോട്ടെ, എന്ത് എക്സാം ആയിക്കോട്ടെ, മെയിൻസിന് ഇവർ 3 പേരും ഉണ്ടാവും. 30 മാർക്ക് ഫിക്സ്ഡ് ആണ്, ഫിക്സ്ഡ്. സോ നിങ്ങളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യേണ്ടത് തന്നെ എന്ത് ചെയ്യണം? മലയാളം, ഇംഗ്ലീഷ്, മാത്സ് വെച്ചിട്ടാവണം. ഇവരെ നമുക്ക് ഒരു രീതിയിലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് 25 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഓർ തുറന്നു പറയാണ് 20 മാർക്കിന് താഴെയാണ് നിങ്ങൾക്ക് മലയാളം, ഇംഗ്ലീഷ്, മാത്സിന് സ്കോർ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾ ടോപ്പ് 100ൽ വരില്ല. ഇനി 15 മാർക്കിന് താഴെയാണ് നിങ്ങൾ മലയാളം, ഇംഗ്ലീഷ്, മാത്സിൽ സ്കോർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ വരുമെന്ന് പോലും ഡൗട്ടാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയേ. 15 മാർക്ക് സ്കോർ ചെയ്തില്ലെങ്കിൽ ലിസ്റ്റിൽ വരും എന്നുള്ള പോലും ഡൗട്ടാണ്. 20 മാർക്ക് അറ്റ്ലീസ്റ്റ് സ്കോർ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ 20 മാർക്കിന് താഴെയാണെങ്കിൽ നിങ്ങൾ ടോപ്പ് 100ലോ 200ലോ വരില്ല. ഇനി ഇവിടുന്ന് നിങ്ങൾ ടോപ്പ് 50ലും അല്ലെ ടോപ്പ് 100ലും വരണമെങ്കിൽ 25 മാർക്ക് സ്കോർ ചെയ്യണം. മസ്റ്റാണ്, വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഓരോ സ്ലോട്ടിലും മിനിമം 1.5 മണിക്കൂറെങ്കിലും കൊടുക്കണം. ഞാനിവിടെ 2 മണിക്കൂർ എന്ന് കൊടുത്തിട്ടുണ്ട്. മിനിമം 1.5 മണിക്കൂർ, 2 മണിക്കൂർ നിങ്ങൾ പഠിക്കണം. ഇനി രണ്ടാമത്തെ സ്ലോട്ടില് യു ഹാവ് ടു ചേഞ്ച്. ഞാൻ സാധാരണ പറയാറുള്ളത് നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കണം എന്നാണ്. നോ, യു ഹാവ് ടു സ്റ്റാർട്ട് ലേണിംഗ് ജനറൽ ടോപ്പിക്സ്. ജനറൽ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ പോളിറ്റി, എക്കണോമിക്സ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, ഗവേണൻസ്. അല്ലെ, ജിയോഗ്രഫി തന്നെ 3 ഉണ്ട്. കേരള ജിയോഗ്രഫി, ഇന്ത്യൻ ജിയോഗ്രഫി, വേൾഡ് ജിയോഗ്രഫി. ഹിസ്റ്ററി നോക്കുവാണെങ്കിലും അതേപോലെ 3 ഉണ്ട്. യു ഹാവ് ടു ലേൺ ദിസ് GK ടോപ്പിക്സ്. 40 മാർക്ക്, 45 മാർക്ക് ഇവിടെ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ ജനറൽ ടോപ്പിക്സിന്റെ പ്രോബ്ലം എന്നുള്ളത് വാസ്റ്റ് ആണ്. ഇറ്റ് ഈസ് വാസ്റ്റ്. അതുകൊണ്ട് പലർക്കും GK ടോപ്പിക്സ്, ജനറൽ ടോപ്പിക്സ് പഠിക്കാൻ താല്പര്യം കുറവാണ്. ബട്ട് യു മസ്റ്റ് ആയിട്ട് പഠിക്കണം. ഏത് എക്സാം എടുത്താലും പോളിറ്റി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, ഗവേണൻസ് ഉണ്ട്, അല്ല ലൈഫ് സയൻസ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, എക്സെട്ര. സോ യു ഹാവ് ടു ലേൺ. സയൻസ് ഏത് സ്ലോട്ടിൽ വരും? സയൻസ് GK ടോപ്പിക്സിൽ കൊണ്ടുവരണം. GK ടോപ്പിക്സ് വിഷ്ണുപ്രിയ. സയൻസിന്റെ കാര്യത്തിൽ ഒരുപാട് പേർക്ക് ഇപ്പോഴും സംശയമാണ്. സയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ +1 +2 NCERT തന്നെയാണ് PSC ചോദിക്കുന്നത്. അതും കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +1 +2 NCERT എന്ത് ചെയ്യാൻ പഠിക്കാം ഫോർ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി.
ഇനി ഭയങ്കരമായിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നെങ്കിൽ ഞാൻ പറയാറുണ്ടല്ലേ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത് ഈസി ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഉണ്ടാവുക, അല്ലെങ്കിൽ മീഡിയം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഉണ്ടാവുക, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോ നമ്മൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും പഠിക്കണ്ടെന്ന് ഞാൻ പറയില്ല, പഠിക്കണം. പക്ഷേ കൂടുതൽ ടൈം ഒന്നും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഭയങ്കരമായിട്ടുള്ള കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ആർക്കും കിട്ടില്ല അല്ലെ. അല്ലെങ്കിൽ പിന്നെ അതിൽ ഡിഗ്രി ഉണ്ടാവണം, ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ഡിഗ്രി ഉണ്ടാവണം. അത് 3 മാർക്കേ ഉള്ളൂ. ഭയങ്കരമായിട്ടുള്ള ഇനി കട്ടാവില്ല, നല്ല മഴയാണ്. ഓക്കെ, എല്ലാ വീഡിയോസും ഞാൻ എന്ത് ചെയ്യാം, റെക്കോർഡിങ് ഒറ്റ വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, റൈറ്റ്, മെർജ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. So look here, we have restarted. Right. Okay, എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യട്ടെ. സോ +1 +2 NCERT അല്ലെ, സയൻസിന്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഐ ഹാവ് ഓൾറെഡി ടോൾഡ് ദാറ്റ് ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യില്ല, ആർക്കും ഇവിടെ ഉത്തരം കിട്ടില്ല. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മള് കഴിഞ്ഞ വർഷത്തെ പ്രിലിംസ് നോക്കുകയാണെങ്കിൽ, അതായത് ഈ കഴിഞ്ഞതല്ല, അതിന് മുമ്പത്തെ പ്രിലിംസ് നോക്കുകയാണെങ്കിൽ ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു അല്ലെ. 2025 പ്രിലിംസ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. എന്ത് ചെയ്തു, ആരും ജോഗ്രഫി പഠിച്ചിട്ടില്ല. 2026 ഈ കഴിഞ്ഞ പ്രിലിംസിൽ ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ചോദ്യമായിരുന്നു. സോ ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. മനസ്സിലായോ? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതിന്റെ ബേസിക്സ്, ഇപ്പോ പീരിയോഡിക് ടേബിള്, അതേപോലെ തന്നെ കെമിസ്ട്രിയുടെ കുറെ ബേസിക്സ് ഉണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഉത്തരം കിട്ടണം. ഇനി ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ആർക്കും അവിടെ ഉത്തരം കിട്ടില്ല. സോ കോസ്റ്റ് ബെനിഫിറ്റ് കുറവാണ്. സയൻസിനെ നമ്മൾ GK ടോപ്പിക്സിൽ കൊണ്ടുവരണം. ഈ GK ടോപ്പിക്സിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് ആണ്. അതേപോലെ തന്നെ അല്ലെ, ഇവിടെ നിങ്ങൾ ഒരു കുറച്ച് പഠിച്ചാലേ നിങ്ങൾക്ക് ഒരു 25 മാർക്കൊക്കെ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി, അത്യാവശ്യം ടോപ്പിക്കുകളൊക്കെ നോക്കി, ഇവിടെ നിന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടുന്ന് എന്താ, വാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, സബ്ജക്റ്റിനെ പ്രയോറിറ്റൈസ് ചെയ്യണം അല്ലെ, എങ്ങനെ? സബ്ജക്റ്റുകൾ, പോളിറ്റി, എല്ലാവരും സ്കോർ ചെയ്യുന്ന സബ്ജക്റ്റ് ആണ് പോളിറ്റി. നമ്മൾ ഇവിടുന്ന് പഠിച്ചേ പറ്റൂ, ഈ സബ്ജക്ട് നമ്മൾ പഠിച്ചേ പറ്റൂ. ദെൻ എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് പ്രിഡിക്റ്റബിൾ ആണ്. പോളിറ്റി നോക്കിയാലും എക്കണോമിക്സ് നോക്കിയാലും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ. അതിനുശേഷം നിങ്ങൾ എന്ത് പഠിക്കണം? യെസ്, പോളിറ്റി, എക്കണോമിക്സ്, കേരള ഗവേണൻസ് ഭയങ്കര വാസ്റ്റ് ആണ്, പക്ഷെ പഠിച്ചാലേ സ്കോർ ചെയ്യാൻ പറ്റും. ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട സബ്ജക്റ്റുകളുണ്ട്. ഏതൊക്കെയാണ്? കെമിസ്ട്രിയും ഫിസിക്സും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജോഗ്രഫി ഭയങ്കര വാസ്റ്റ് ആണ്, പക്ഷെ പഠിക്കണം. ഞാൻ പറയുന്നത് GK ടോപ്പിക്സിലെ എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾ പഠിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. ഒരു സബ്ജക്റ്റ് അങ്ങനെ മിസ് ചെയ്യണ്ട, അല്ലെങ്കിൽ ഒരു സബ്ജക്ട് അങ്ങനെ പഠിക്കാതിരിക്കണ്ട, എല്ലാം പഠിക്കുക. വലിയൊരു വാർണിംഗ് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രിലിംസ് അല്ലെ, നമ്മൾ ഹോട്ട് ടോപ്പിക്സ്, ഹോട്ട് ഏരിയാസ് മാത്രം നോക്കി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാണ്, പ്രോബ്ലം ആണ്. സോ മെയിൻസിനും അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. സോ എല്ലാ സബ്ജക്റ്റുകൾക്കും നിങ്ങൾ എന്ത് ചെയ്യണം, ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷെ അതെ, ഇനിയിപ്പോ എല്ലാ സബ്ജക്റ്റുകളിലും നിങ്ങൾക്ക് നോക്കാൻ സമയമുണ്ട്. ഇതായിരിക്കണം നിങ്ങളുടെ സ്ലോട്ട് 2. മനസ്സിലായോ? സ്ലോട്ട് 3യിലാണ് എന്ത് ചെയ്യേണ്ടത്, കറണ്ട് അഫയേഴ്സിനെയും 15 മാർക്കാണ് കറണ്ട് അഫയേഴ്സിന് അല്ലെ. ഇപ്പൊ നമ്മൾ യൂണിഫോം പോസ്റ്റ് നോക്കുകയാണെങ്കിൽ, എക്സൈസും ജയിലറും നോക്കുകയാണെങ്കിൽ 8 മാർക്കാണ്. അതായത് കറണ്ട് അഫയേഴ്സിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്തിനുണ്ട്, മെയിൻസ് എക്സാമിനുണ്ട്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ എക്സാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ
ബാക്കി എല്ലാ മെയിൻസിന്റെ എക്സാമിലും എന്തുണ്ട്, കറണ്ട് അഫയേഴ്സിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചേ പറ്റൂ. പ്രിലിംസിന് ഒരു പക്ഷേ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ മെയിൻസിന് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. ഇതിന്റെ കൂടെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സ്പെഷ്യൽ ടോപ്പിക്കിനെയും ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. കറണ്ട് അഫയേഴ്സിനെയും സ്പെഷ്യൽ ടോപ്പിക്കിനെയും നിങ്ങൾ ഒരു സ്ലോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യണം. പലരും എന്താ വിചാരിച്ചിരിക്കുന്നത്, രാവിലെ മുതൽ സ്പെഷ്യൽ ടോപ്പിക് വെച്ച് പഠിച്ചാൽ രാത്രി വരെ പഠിച്ചാൽ എക്സാം ക്ലിയർ ആവുന്നതാണ്. യെസ്, ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ ഉണ്ട്, ഞാൻ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ PDF-ഉം നമ്മുടെ ചാനലിൽ ലാ ഫോഴ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫയൽസിൽ പോയി കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പോളിറ്റിയും എക്കണോമിക്സും അതേപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, സോ യു ക്യാൻ റെഫർ ദാറ്റ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഏതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയലും PDF-ഉം കാര്യങ്ങളും വാട്ട് എവർ പഠിക്കുക. കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, കറണ്ട് അഫയേഴ്സ് പഠിക്കണം. സ്പെഷ്യൽ ടോപ്പിക്കും അതിന്റെ കൂടെ കൂട്ടുക. ഇവിടെ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 30 മാർക്ക് ഇവിടെ നിന്നാണ് നമുക്ക് കിട്ടുക, കറണ്ട് അഫയേഴ്സ് പ്ലസ് സ്പെഷ്യൽ ടോപ്പിക്. ഇനിയിപ്പോ എക്സൈസ് ആണെങ്കിലും ജയിലർ ആണെങ്കിലും 20 to 25 മാർക്സ് ഇവിടെ നിന്നാണ് കിട്ടുക. അല്ല, കറണ്ട് അഫയേഴ്സും സ്പെഷ്യൽ ടോപ്പിക്കും 28 മാർക്സ്. എക്സൈസും ജയിലറും നോക്കുകയാണെങ്കിൽ 28 മാർക്കോളം ഇവിടെ നിന്നാണ് വരിക. നമുക്ക് 30 തന്നെ കൂട്ടുക. സബ് ഇൻസ്പെക്ടറുടെ കേസ് ഡിഫറെന്റ് ആണ്, അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അതിന്റെ സിലബസേ വ്യത്യാസമാണ്. സബ് ഇൻസ്പെക്ടർ ഇസ് ഡിഫറെന്റ് കേസ്, നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ വർഷവും നടക്കുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ അത് ഇവോൾവ് ചെയ്ത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ സിലബസ് ഹൈ സ്റ്റാൻഡേർഡിലാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. ഓക്കെ, സബ് ഇൻസ്പെക്ടറുടെ കേസ് ഡിഫറെന്റ് ആണ്, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പറയാം. നൗ ഈ 3 സ്ലോട്ടിലും അല്ലെങ്കിൽ ഈ 3 സബ്ജക്റ്റിലും എന്ത് ചെയ്യണം, യു ഹാവ് ടു മെയിൻറ്റെയിൻ ആൻ ഇക്വിലിബ്രിയം. നിങ്ങൾക്ക് ഇതിലൊരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതുവരെ പഠിച്ച പ്രിപ്പറേഷനിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഓക്കെ ആണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇത് 3ലും നിങ്ങൾക്ക് ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെ, ഇതിൽ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു, 10 മാർക്കായി താണു, പ്രോബ്ലം ആണ്. ടോപ്പ് 15 നമ്മൾ വരൂല. GK ടോപ്പിക്സിൽ നമുക്ക് മാർക്ക് കുറഞ്ഞു, പ്രോബ്ലം ആണ്. ടോപ്പ് 100 നമ്മൾ വരൂല. കറണ്ട് അഫയേഴ്സും സ്പെഷ്യൽ ടോപ്പിക്കിലും നമുക്ക് മാർക്ക് കുറഞ്ഞു, ടോപ്പ് 500 നമ്മൾ വരൂല. സോ യു ഹാവ് ടു മെയിൻറ്റെയിൻ ആൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദിസ് സബ്ജക്ട്സ്. നിങ്ങളുടെ സിലബസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക, നിങ്ങളുടെ ഒരു ദിവസം അതിനനുസരിച്ച് 3ആയി ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പഠിക്കുക. ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ യു ആർ ഔട്ട്. യു മസ്റ്റ് മെയിൻറ്റെയിൻ. മൂന്നിലും ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്ത് പഠിക്കണം. ഇവിടെയാണ് മിടുക്ക്, ഇവിടെയാണ് ടോപ്പേഴ്സ് ചെയ്യുന്നതും നമ്മൾ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം. യുവർ സെലക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇക്വിലിബ്രിയം. സോ ഈ 3ലും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ യു വിൽ ബി ഇൻ ടോപ്പ് 50. ഒരു സംശയം വേണ്ട, ടോപ്പ് 50 ഏത് എക്സാം ആയിക്കോട്ടെ നിങ്ങൾ ഉണ്ടാവും. സ്ലോട്ട് 2 and 3 ടാർഗറ്റ് ചെയ്യേണ്ട മാർക്ക്, നമ്മളിപ്പോ സ്ലോട്ട് 3 കറണ്ട് അഫയേഴ്സും സ്പെഷ്യൽ ടോപ്പിക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ കേസ് ആണെങ്കിലും 30 മാർക്കാണ്. ഓക്കെ, കഴിഞ്ഞ വർഷം 13 സ്പെഷ്യൽ ടോപ്പിക്ക് 13 മാർക്കാണെങ്കിലും ഒരു 16ഓളം ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക്. സോ 30 മാർക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതില് യു ഹാവ് ടു സ്കോർ 25. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഞാൻ 25 എന്ന് പറയുന്നത് മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക, ബട്ട് 20 എങ്കിലും സ്കോർ ചെയ്യണം. ഓക്കെ, ഞാൻ ഒരു എഡ്യൂക്കേറ്റർ ആയതുകൊണ്ട് കുറച്ച് കൂട്ടിയേ പറയുള്ളൂ, ബട്ട് യു ഹാവ് ടു ടാർഗറ്റ് ദാറ്റ്. GK ടോപ്പിക്സിൽ 40 മാർക്സ് ആണെങ്കിൽ യു ഹാവ് ടു ടാർഗറ്റ് 26 to 30. യു മസ്റ്റ് ടാർഗറ്റ്. ഇങ്ങനെ നിങ്ങൾക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ ബിലീവ് മീ, യു വിൽ ബി ഇൻ ദി ടോപ്പ് 50. ആർട്ട് ആൻഡ് കൾച്ചറാണ് വളരെയധികം റിവിഷൻ വേണ്ടി വരുന്നത്. ശരിയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. GK ടോപ്പിക്സ് വാസ്റ്റ് ആണ്. നമ്മള് മലയാളം ഇംഗ്ലീഷ് മാത്സിന്റെ കേസിൽ ഒരു 3 ബുക്ക് പഠിച്ചാൽ നമുക്ക് 30 മാർക്ക് കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 25 മാർക്ക് കിട്ടുമെങ്കിൽ, GK ടോപ്പിക്സിന്റെ കേസിൽ നിങ്ങൾ 10 ബുക്കുകൾ പഠിക്കണം, 10-12 ബുക്കുകൾ പഠിക്കണം. ഹിസ്റ്ററിയും ജോഗ്രഫിയും വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ 6 ബുക്ക് പഠിക്കണം, 3-3-6.
ഇല്ല, അത് വാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ജനറൽ GK ജനറൽ ടോപ്പിക്സിന് പേര് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? റൈറ്റ്, എവറിത്തിങ് ഈസ് ക്ലിയർ, റൈറ്റ്? ക്ലിയർ അല്ലേ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ്. ഓക്കെ, വെരി ഗുഡ്. സോ യു ഹാവ് ടു ഫൈൻഡ് എൻ ഇക്വിലിബ്രിയം. അൺലെസ് എന്ത് സംഭവിക്കും? നമ്മള് ഒന്നുകിൽ ലിസ്റ്റിൽ വരും, എന്തായിരിക്കും ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ജോലി കിട്ടില്ല, കട്ട് ഓഫ് ജസ്റ്റ് ക്രോസ് ചെയ്യും, അല്ലെങ്കിൽ കട്ട് ഓഫിന്റെ അടുത്ത് എത്തി ലിസ്റ്റിൽ വരൂല. ഇതെല്ലാം നമ്മുടെ ഉദ്ദേശം ടോപ്പ് 50 ആണ്. അത് എപ്പോഴും ആലോചനയിൽ വേണം. നമ്മുടെ ഉദ്ദേശം യൂണിഫോം പോസ്റ്റ് ആണെങ്കിൽ ടോപ്പ് 50യും, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ ടോപ്പ് 100ഉം, കമ്പനി ബോർഡ് ആണെങ്കിൽ ടോപ്പ് 500ഉമാണ്. അതായത് അഡ്വൈസ് നമ്മുടെ കൈ കിട്ടണം. അല്ലാതെ ചുമ്മാ ലിസ്റ്റിൽ കയറി ഇരുന്നിട്ടല്ല, പേര് വന്നിട്ട് കാര്യമൊന്നുമില്ല. സോ മസ്റ്റ് ആയിട്ട് വെരി ഇമ്പോർട്ടന്റ്, യു ഹാവ് ടു ഡിവൈഡ്. 3 സ്ലോട്ട് എന്ന് ഞാൻ മിനിമം പറഞ്ഞതാണ്. ഇനി നിങ്ങൾ ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് അത് 4 സ്ലോട്ട് ആക്കാം. ഒരു സ്ലോട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അഡീഷണലി കൂട്ടിച്ചേർക്കാം. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാം. ഇതിനൊന്നും ഒരു പ്രോബ്ലവും ഇല്ല, ഇതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. സാറ് 3 എണ്ണം പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ 3 എണ്ണത്തിൽ തന്നെ നിൽക്കണം എന്നൊരു നിർബന്ധമില്ല. മിനിമം 3 എണ്ണം വേണം. ഈ 3 എണ്ണത്തിൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഇനി യൂണിഫോം പോസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എസ്പെഷ്യലി അസിസ്റ്റന്റ് ജയിലറും എക്സൈസിനും പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തൽക്കാലത്തേക്ക് സ്പെഷ്യൽ ടോപ്പിക് ഒന്ന് ഇതുവരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, 20 മാർക്കാണല്ലോ സ്പെഷ്യൽ ടോപ്പിക്ക്. ഇതുവരെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അത് റിവിഷൻ ചെയ്യാം, അത് കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ ചെയ്യാം. ഇനി ഇതുവരെ പഠിക്കാത്തവരാണെങ്കിൽ ഇനി എന്ത് ചെയ്യരുത്, സ്പെഷ്യൽ ടോപ്പിക് ഇപ്പം പഠിക്കരുത്. യു ഗൈസ് നൗ ഫോക്കസ് ഓൺ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന് ഫോക്കസ് ചെയ്യാം. മനസ്സിലായോ? കാരണം യൂണിഫോം പോസ്റ്റിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് 6 ക്ലാസ്സിൽ, ഇപ്പൊ ജയിലറിന്റെ കേസ് പറയുകയാണെങ്കിൽ 6 ക്ലാസ്സിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമ്മളിപ്പോ അസിസ്റ്റന്റ് ജയിലറുടെ 6 ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ തന്നെ എക്സൈസിന്റെയും ഒരു 7 ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. 1 മണിക്കൂറാണ് ക്ലാസ്സിൽ ഡ്യൂറേഷൻ, നമ്മുടെ ഡ്യൂറേഷൻ. സോ 20 മാർക്കാണ് അവിടെ ഉള്ളത്. അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ യൂണിവേഴ്സിറ്റിയുടെ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അല്ലെ അപ്രോക്സിമേറ്റ് 1 മന്ത് കിട്ടുന്നുണ്ട്. ആ സമയത്തിൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാറേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ബാക്കി 80 മാർക്കിന്റെ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചു തീർക്കണം. ഓക്കെ, ഇപ്പൊ യൂണിഫോം പോസ്റ്റിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പലർക്കും സംശയമാണ്, ഇനി ഞാൻ എന്ത് ചെയ്യണം, കാരണം എക്സാം ലേറ്റ് ആയില്ലേ, എക്സാം ഇപ്പോ നവംബറിലായി, അപ്പൊ അതിനു മുമ്പ് ഞാൻ ഇനിയിപ്പോ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിന് മാത്രം നോക്കിയാൽ മതിയോ, അങ്ങനെയൊക്കെ സംശയം ഉണ്ടാവും. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, യു ഹാവ് ടു സ്റ്റോപ്പ് ലേണിംഗ്. ഓക്കെ, സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. പുതുതായി പഠിക്കാനുള്ളവർ എന്ത് ചെയ്യുക, പഠിക്കാതിരിക്കുക. യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന് പഠിക്കുക. പലരും ഇത് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്ത്, യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിന് കോമ്പറ്റീഷൻ കൂടുമെന്ന് ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഒന്നുകൂടി, 2 ടൈപ്പ് ഓഫ് ഉദ്യോഗാർത്ഥികളുണ്ട്. ഞാൻ എല്ലാവരെയും എപ്പോഴും എന്താ പറയാ, ശരിയാണ്, എല്ലാവരെയും ഒരേപോലെ ഞാൻ ക്ലാസിഫൈ ചെയ്യാറില്ല. 2 ടൈപ്പ് ഓഫ് ഉദ്യോഗാർത്ഥികളുണ്ട്. നിങ്ങൾ ഏതാണെന്ന് നിങ്ങൾ ഇതിൽ ചെക്ക് ചെയ്യാം. വെരി ഷുവർ ആണ്, പ്രിലിംസ് ഞാൻ ക്ലിയർ ചെയ്യുമെന്ന് 100% ഉറപ്പുള്ള പല ഉദ്യോഗാർത്ഥികളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ 55 മാർക്കിന് മുകളിലുള്ള കുറച്ച് പേരുണ്ട്, 60 മാർക്കിന് മുകളിലുള്ള കുറച്ച് പേരുണ്ട്, 50 മാർക്സിന് മുകളിലുള്ള കുറച്ച് പേരുണ്ട്. അതായത് അവർക്കറിയാം പ്രിലിംസ് എന്തായാലും ഞാൻ ക്ലിയർ ആവും. ഈ ഒരു കോൺസെപ്റ്റിൽ ഇരിക്കുന്ന കുറെ പേരുണ്ട്. എല്ലാ വർഷവും, അതായത് ദിസ് കൈൻഡ് ഓഫ് പീപ്പിൾ ആർ എല്ലാ വർഷവും എന്ത് ചെയ്യും, പ്രിലിംസ് ക്വാളിഫൈ ചെയ്യും. ഇങ്ങനെയുള്ളവർ കുറെ പേരുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ വർഷവും പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. പ്രിലിംസ് ക്വാളിഫൈ ചെയ്തുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല, മെയിൻസും ക്വാളിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനുള്ള പരിപാടികൾ നിങ്ങൾ ചെയ്തേ പറ്റൂ. നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്യുന്ന മിസ്റ്റേക്സ് പരമാവധി റെഡ്യൂസ് ചെയ്യുക. ടെസ്റ്റ് സീരീസ്, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, മിസ്റ്റേക്സ് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ളവരോടാണ് ഞാൻ പറയുന്നത്, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക, മിസ്റ്റേക്സുകൾ മനസ്സിലാക്കുക, റെക്ടിഫൈ ചെയ്യുക, മുമ്പോട്ട് പോവുക. ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വിലിബ്രിയം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു
രീതിയിലും ഒരു ഡൗട്ടും ഇല്ലാതെ മലയാളം ഇംഗ്ലീഷ് മാത്സ് പഠിക്കുക, GK ടോപ്പിക്സ് പഠിക്കുക, സ്പെഷ്യൽ ടോപ്പിക്, കറണ്ട് അഫയേഴ്സ് നിങ്ങൾ അങ്ങനെ പഠിച്ചോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്താണ് 100% പ്രിലിംസ് ക്വാളിഫൈ ആവുന്ന ഉറപ്പുള്ള കുറെ പേരുണ്ട്. നിങ്ങൾ ഒരു രീതിയിലും സംശയത്തിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു രീതിയിലും ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇനി ഇവിടെയാണ് കുറെ പേരുള്ളത് നോട്ട് ഷുവർ അബൌട്ട് ദി പ്രിലിംസ് റിസൾട്ട്. പ്രിലിംസിന്റെ റിസൾട്ടിൽ നമുക്ക് ഉറപ്പില്ല. പ്രിലിംസിന്റെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് പഠിക്കാം. PSC ആണെങ്കിൽ അത് പബ്ലിഷ് ചെയ്യുന്നുമില്ല. അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തീരുമാനമാകുമല്ലോ അല്ലെ. പക്ഷെ PSC ആണെങ്കിൽ അത് പബ്ലിഷ് ചെയ്യുന്നുമില്ല. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ഇനിയും 2 ആഴ്ചയോളം സമയം എടുക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ നോട്ട് ഷുവർ ആണെങ്കിൽ ഞാൻ പറയുന്നത് 35 മാർക്കിന് മുകളിലുണ്ടെങ്കിൽ കമ്പനി ബോർഡൊക്കെ മസ്റ്റ് ആയിട്ട് ക്ലിയർ ആവും ഏത് ഫേസ് ആണെങ്കിലും. 40+ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിക്കും പഠിച്ചു തുടങ്ങുക എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, 45+ ഒക്കെ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. 40+ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സബ് ഇൻസ്പെക്ടറിന് പഠിക്കുക, 6 മിനിറ്റ് ഇനിയും താഴും. ഓക്കെ, 40 to 45 ഉള്ളിലാണെങ്കിൽ യു മസ്റ്റ് സ്റ്റഡി ഫോർ എവറി എക്സാം. ബാക്കി ഒറ്റപ്പെട്ട എക്സാംസ് ഉണ്ടല്ലോ, ഈ നാഷണൽ ഡയറക്ടർ സേവിങ്സ്, അതൊക്കെ വിട്ടേക്ക്, അതൊക്കെ 50+ പോകും. SBCID എന്ത് ചെയ്യുക, 40-45 പഠിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. റൈറ്റ്. ഇനി നോട്ട് ഷുവർ ആണ്, എനിക്ക് സംശയമുണ്ട്, ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്യോ അല്ലെ. മിക്കവരും ഇവിടെയാണുള്ളത്. പ്രിലിംസിന്റെ റിസൾട്ട് വന്നിട്ട് പഠിക്കാന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു, പക്ഷെ എന്താ പ്രിലിംസിന്റെ റിസൾട്ടും കാണുന്നില്ല. ഇങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, യു മസ്റ്റ് സ്റ്റഡി മലയാളം ഇംഗ്ലീഷ് മാത്സ്. മലയാളം ഇംഗ്ലീഷും മാത്സ് പഠിക്കുക, GK ടോപ്പിക്കും പഠിക്കുക, കറണ്ട് അഫയേഴ്സും പഠിക്കുക. സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെയുള്ളവർ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്താ, നേരെ പോയിട്ട് ഏതെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്യും, എന്നിട്ട് എന്താ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം അങ്ങനെ പഠിക്കും. ബാക്കി മലയാളം ഇംഗ്ലീഷ് മാത്സോ GKയോ കറണ്ട് അഫയേഴ്സ് ഒന്നും തൊട്ട് നോക്കൂല. ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ടത്, നിങ്ങൾ മലയാളം ഇംഗ്ലീഷ് മാത്സ് GK ടോപ്പിക്സ് കറണ്ട് അഫയേഴ്സ് ഫിക്സ്ഡ് ആക്കി വെക്കുക, അല്ലെങ്കിൽ അവിടെ ഷുവർ ഷോട്ട് ആക്കി വെക്കുക. സ്പെഷ്യൽ ടോപ്പിക് അസിസ്റ്റന്റ് ജയിലർ, എക്സൈസ് ഇൻസ്പെക്ടർ 20 മാർക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി 80 മാർക്ക് സെയിം ആണ്. യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യൽ ടോപ്പിക് വെറും 13 മാർക്കേ ഉള്ളൂ അല്ലെ, 87 മാർക്ക് സെയിം ആണ്. സോ എന്തെങ്കിലും എനിക്ക് പറ്റൂല എന്നിങ്ങനെ എക്സ്ക്യൂസസ് പറയുന്നതിന് നല്ലത് പഠിക്കാനുള്ള റീസൺ കണ്ടെത്തി പഠിക്കുക അല്ലെ. ഒരുപാട് നമുക്ക് പറയാം അല്ലെ, എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണ്, എന്നെ കുറെ പേര് ഇത് ചെയ്തു അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പല രീതിയിലും എക്സ്ക്യൂസ് പറയാം. ഞാൻ നിങ്ങളോട് പറയുന്നത് ജസ്റ്റ് ഫൈൻഡ് എ റീസൺ. ഒരു റീസൺ കണ്ടുപിടിക്കൂ എന്തിന് പഠിക്കാൻ വേണ്ടിയിട്ട്. ഫൈൻഡ് എ റീസൺ അല്ലെ. നിങ്ങൾ ഇത് ചെയ്യുന്നില്ലല്ലോ, ഒരു റീസൺ പോലും കണ്ടുപിടിക്കുന്നല്ലോ, ഞാൻ പഠിക്കാനിരിക്കണം, അതിന്റെ ഒരു റീസൺ കണ്ടുപിടിച്ചിട്ട് പഠിക്കാം. പകരം എന്താ, ഒരു 10 അല്ലെങ്കിൽ ഒരു 15 എക്സ്ക്യൂസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പറയും അല്ലെ, കട്ട് ഓഫ് ലിസ്റ്റ് വന്നില്ലല്ലോ, എനിക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ജസ്റ്റ് ഫൈൻഡ് എ റീസൺ യാ. ഓക്കെ, ജസ്റ്റ് ഫൈൻഡ് എ റീസൺ. ഒരു റീസൺ കണ്ടെത്തുക, പഠിക്കുക. ഇവരെ വെച്ച് നോക്കുകയാണെങ്കിലും നിങ്ങൾ അല്ലെ, റിസൾട്ട് വരുമ്പോഴേക്ക് സ്പെഷ്യൽ ടോപ്പിക് ഒഴിച്ചാലും യൂണിവേഴ്സിറ്റിയുടെ കേസ് ആണെങ്കിൽ 87 മാർക്ക് ഓൾറെഡി കവേർഡ് ആവും. 13 മാർക്കേ സ്പെഷ്യൽ ടോപ്പിക് വരുന്നുള്ളൂ. ആലോചിച്ച് നോക്കൂ, 13 മാർക്കിന്റെ ഡിഫറൻസേ ഉള്ളൂ. 20 മാർക്കിന്റെ ഡിഫറൻസ് മാത്രമേ അസിസ്റ്റന്റ് ജയിലർ എക്സൈസിലുള്ളൂ, ബാക്കി 80 സെയിം ആണ്, സ്പെഷ്യൽ ടോപ്പിക് എക്സ്ക്ലൂഡ് ചെയ്താണ്. സോ ജസ്റ്റ് ട്രൈ ടു ഫൈൻഡ് എ റീസൺ ടു സ്റ്റഡി rather than making excuses. Now, ഇനി കുറെ പേർക്ക് സംശയമാണ്, ഞാൻ ഈ വർഷത്തെ പ്രിലിംസ് കിട്ടൂല, എന്തായാലും 30 മാർക്കിനൊക്കെ താഴെയാണ്, 25 മാർക്കിനൊക്കെ താഴെയാണ്. കുറെ പേർ അങ്ങനെ ഉണ്ടല്ലോ അല്ലെ. ഒരു രീതിയിലും കിട്ടാൻ വളരെ സാധ്യത ഇല്ല. 25 മാർക്കിന് താഴെയൊക്കെ ആണെങ്കിൽ there is less chance. അങ്ങനെയുള്ളവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ PSC ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചോ? നിങ്ങൾ PSC ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചോ? വാട്ട് ഈസ് യുവർ ആൻസർ? നിങ്ങളുടെ മനസ്സിൽ പറയാം. റെക്കോർഡിങ്സ് കാണുന്നവരാണെങ്കിലും ലൈവ് കാണുന്നവരാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങൾ PSC ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചോ? ഇനി നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ യു ക്യാൻ സ്റ്റോപ്പ് ഹിയർ, യു ക്യാൻ പുട്ട് എ ഫുൾ സ്റ്റോപ്പ് ഹിയർ. ഇനി നിങ്ങളുടെ ഉത്തരം നോ എന്നാണെങ്കിൽ നിങ്ങൾക്ക് LSCIക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക്
ഇനി വരുന്ന എക്സാം കേരള ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? യു ജസ്റ്റ് ഡു ദിസ്. ജസ്റ്റ് ഡു ദിസ്. ജസ്റ്റ് ഡു ദിസ്. ഈ കാറ്റഗറിയിൽ തന്നെ നിങ്ങളും പെടും. മനസ്സിലായോ? നിങ്ങൾ ക്വിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നില്ല, വീണ്ടും പി എസ് സിക്ക് പഠിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ യു ഹാവ് ടു ബി ഇൻ ദിസ് കാറ്റഗറി. ഈ കാറ്റഗറിയിലായിരിക്കണം നിങ്ങൾ വരേണ്ടത്. ഇനി നിങ്ങളുടെ ഞാൻ പി എസ് സി ക്വിറ്റ് ചെയ്യാണ്, ഞാൻ മറ്റേ പല ഫീൽഡിലേക്കും പോവാണെന്നാണെങ്കിൽ യു ക്യാൻ സ്റ്റോപ്പ് ഹിയർ, ജസ്റ്റ് ഫുൾ സ്റ്റോപ്പ്. യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്. ഇനി നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ, നിങ്ങളുടെ ഉത്തരം നിങ്ങൾ പി എസ് സി ക്വിറ്റ് ചെയ്യാൻ പോവുകയാണോ ഇല്ലെങ്കിൽ പി എസ് സിക്ക് പഠിക്കാൻ പോകുകയാണോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇഫ് യുവർ ആൻസർ ഈസ് ക്വിറ്റ് ചെയ്യുന്നില്ല, എനിക്ക് ഇനിയും പഠിക്കണം എന്നാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ഈ കാര്യം നിങ്ങൾക്കും ബാധകമാണ്. Got it? So this might be your reason. ഓക്കെ, ഞാൻ തന്നെ നിങ്ങൾക്ക് റീസണും കൂടി കണ്ടുപിടിച്ചു തരാണ്. ദിസ് മൈറ്റ് ബി യുവർ reason to study unless and until if you are not quitting PSC. ഞാൻ തന്നെ നിങ്ങൾക്ക് റീസൺ കണ്ടുപിടിച്ചു തന്നു അല്ലെ. LHC പ്രിപ്പയർ ചെയ്യണം, കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർക്ക് പ്രിപ്പയർ ചെയ്യണം. യു ക്യാൻ പ്രിപ്പയർ റൈറ്റ് നൗ. ഇപ്പൊ തന്നെ പ്രിപ്പറേഷൻ ചെയ്യാം. അല്ലെ, നോട്ടിഫിക്കേഷൻ വന്നാലേ പഠിക്കും അങ്ങനെയൊന്നും വേണ്ട, ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്യാം. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുകളിൽ വന്നിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതേപോലെ തന്നെ ഫെയിലിയർ കണ്ടിട്ട് വന്നവർ തന്നെയാണ്. ഫെയിലിയർ കണ്ട് ആ മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്തിട്ട് മുമ്പോട്ട് വന്നവരാണ്. ഇതേപോലെ ആയിരിക്കണം നിങ്ങളും. സ്റ്റാർട്ട് ഏർലി. ഒരു പക്ഷേ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാത്തത് കൊണ്ടാവാം നിങ്ങൾക്ക് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റാതിരുന്നത്. സ്റ്റാർട്ട് ഏർലി. സോ റൈറ്റ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീസണും കൂടി ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ, ഹൈക്കോർട്ട് ഈ സെയിം ലെവൽ പഠനം പോയാൽ ഓക്കെയാണോ? ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണ് ഉദ്ദേശിച്ചത് അല്ലെ? ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഈ സെയിം ലെവലിൽ തന്നെ കൊണ്ടുപോയാൽ മതി. ഹൈലി ക്ലോസ്ലി എന്താണ് നമുക്ക് പി എസ് സി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം ആണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. സോ അങ്ങനെ കൊണ്ടുപോവാം. ദർ ഈസ് നോ പ്രോബ്ലം ഇൻ ഇറ്റ്. സോ ഐ ബിലീവ് ദാറ്റ് ഈ ഒരു സെക്ഷന് ശേഷം ഡിഫറെന്റ് പാറ്റേൺ ആണോ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട സമയത്ത് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് പി എസ് സി ആയിട്ടൊക്കെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്, ഇംഗ്ലീഷും മലയാളം ഒക്കെ. ഓക്കെ, നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ എക്സാം ഫോക്കസ് ചെയ്യുന്നില്ലല്ലോ. സോ എനിക്ക് അതിന്റെ സിലബസും കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ, എനിക്ക് അറിയാത്ത കാര്യം ഐ വോണ്ട് സേ ഇറ്റ്. ഇംഗ്ലീഷിന് 50 മാർക്ക് അങ്ങനെയാണ്. അത് പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പി എസ് സിയുടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷിലൊക്കെ കാണാറുള്ളത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. സോ ഐ ബിലീവ് ദാറ്റ് ഈ സെക്ഷന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഇപ്പോഴത്തെ സ്റ്റാൻഡിൽ നിങ്ങളിപ്പോ കൺഫ്യൂഷൻ അടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഡൗട്ട് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ ഒരു സെക്ഷന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ഇതിനനുസരിച്ച് എന്ത് ചെയ്യണം? യു ഹാവ് ടു മൂവ്. ഒരിക്കലും വിചാരിക്കേണ്ട എക്സാം മാറ്റിയത് കൊണ്ട് വി ആർ ഗെറ്റിംഗ് മോർ ടൈം, നമുക്ക് കുറച്ചുകൂടി ഭയങ്കര റിലാക്സ് ചെയ്യാം, നമുക്ക് പഠിത്തം സ്റ്റോപ്പ് ചെയ്യാം, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. യു ആർ ഇൻ ദ റേസ്. നിങ്ങൾ ഓൾറെഡി റേസിലാണുള്ളത്. നിങ്ങൾ ഓൾറെഡി അല്ലെ ഒരു വെള്ളത്തിൽ കീഞ്ഞു, ഇനി കുളിച്ചു കയറുക. ദാറ്റ്സ് ഇറ്റ്. എക്സാമിന്റെ ഡേറ്റ് മാറ്റിയെന്നുള്ള റീസൺ കൊണ്ട് നമ്മുടെ ഗോളിന്റെ അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് എന്താണോ, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ, അതിലൊരു മാറ്റവും ഇല്ല. റൈറ്റ്, ദാറ്റ്സ് ഇറ്റ്. സോ ഇനിയുള്ള 5 minutes നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. യുവർ ഡൗട്ട്സ്, വെദർ ഇറ്റ്സ് സിലബസ് ബേസ്ഡ് ആയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദി സിലബസ് കോണ്ടെക്സ്റ്റിലാണെങ്കിലോ യു ക്യാൻ ആസ്ക് ദി ഡൗട്ട്. യെസ്, ഓക്കെ. ഏറ്റവും വലിയ ഡൗട്ടാണ് UDF ഗവൺമെന്റ് വന്നല്ലോ. അപ്പൊ UDF ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പി എസ് സിക്ക് എന്ത് സംഭവിക്കും എന്നാണ് പലരും. ഓക്കെ, ദിസ് ഈസ് കൈൻഡ് ഓഫ് എ പൊളിറ്റിക്കൽ കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. ഞാൻ പറയുന്ന പലർക്കും ഇഷ്ടപ്പെടുന്നില്ല, പലരും എന്നെ എന്താ പറയാ ക്രിട്ടിസൈസ് ചെയ്യും. ബട്ട് ഇത്രയേ ഉള്ളൂ. UDF ഗവൺമെന്റിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എക്സാം ഇടയ്ക്കടി നടത്തണ്ട. ദർ ഈസ് നോ നീഡ് ടു കണ്ടക്ട് എക്സാം എവറി ഇയർ.
റിവിഷൻ സ്ട്രാറ്റജി, അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു സെക്ഷൻ ചെയ്യാം. റിവിഷൻ സ്ട്രാറ്റജി റിവിഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഞാൻ ഇപ്പോഴും പറയും, ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഞാൻ റിവിഷന് വെച്ച് പറയുന്നുള്ളൂ. നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ, ഓക്കെ, നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചിട്ട് അത് റിവിഷൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ടോപ്പിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും അത് റിവിഷൻ ചെയ്യാനുള്ള ടൈം നിങ്ങൾ കണ്ടെത്തണം. റിവിഷൻ ഈസ് ദി കീ ടു സക്സസ്. ഒരു ഡൗട്ടും വേണ്ട. മൾട്ടിപ്പിൾ റിവിഷൻ, മൾട്ടിപ്പിൾ തിങ്സ്. മിനിമം 5 തവണയെങ്കിലും റിവിഷൻ ചെയ്യണം ഒരു സബ്ജക്ട്. എക്സാമിനേഷൻ ഹാളിൽ പോയിട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഈ ക്വസ്റ്റ്യൻ എന്നുള്ള തോന്നൽ തന്നെ റിവിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. എന്റെ അമ്മക്ക് ജോലി കയറി UDF കാലത്താണ് LDF LDC ഫുൾ ലിസ്റ്റ് ഉണ്ടെടുത്തുണ്ട്. മറ്റേ എക്സാമത്തിന് ഫേക്ക് ഉണ്ടായിരുന്നില്ല. യെസ്, 666 UDF ഗവൺമെന്റിന്റെ ഞാൻ പറഞ്ഞുതരാം. UDF ഗവൺമെന്റിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ, നിവ്യ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കോൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ വർഷവും എക്സാം കണ്ടക്ട് ചെയ്യണ്ട. അപ്പൊ ഒരു എക്സാം കണ്ടക്ട് ചെയ്തിട്ട് മാക്സിമം ആ ലിസ്റ്റിൽ എത്ര പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുക്കുക. അതിപ്പോ 3 വർഷമായാലും 4 വർഷമായാലും ഡസന്റ് മാറ്റർ. 3 വർഷമാണ് കാലയളവ് പൊതുവെ ഇതാണ്. ഇനി 3 വർഷം കഴിഞ്ഞാൽ പിന്നെയും ലിസ്റ്റ് നീട്ടും. അപ്പൊ ഇവരുടെ ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിസ്റ്റ് എത്രത്തോളം കാലം ഒരു ലിസ്റ്റ് വന്ന് അത് നീണ്ടു നിൽക്കുന്നുവോ അത്രയും പേർക്ക് അതിൽ നിന്ന് ജോലി കിട്ടുമല്ലോ. ഇവര് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് പുതിയ തലമുറയെ കുറിച്ച് ചിന്തിക്കൂല. എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോളേജുകളിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾ ഇറങ്ങി വരുന്നുണ്ട്, PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരും ഉണ്ട്. ഇവരെ കുറിച്ച് ഇവർ ചിന്തിക്കൂല. UDFന്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണിത്. നിലവിലുള്ള ലിസ്റ്റ്, അതിലുള്ള ഉദ്യോഗാർത്ഥികൾ, അത് മാത്രമേ ഇവർ ചിന്തിക്കുള്ളൂ. ബാക്കി ഔട്ട്സൈഡിൽ നിന്ന് പുതിയ ഉദ്യോഗാർത്ഥികൾ PSCയിലേക്ക് വരുന്നതും അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണമെന്നും ഇതൊന്നും ഇവർ ചിന്തിക്കൂല. ദിസ് ഈസ് ദി പ്രോബ്ലം ഓഫ് ദിസ് ഗവൺമെന്റ്. ഇനി ഒരു സബ് ഇൻസ്പെക്ടറുടെ നോട്ടിഫിക്കേഷൻ ഈ ഡിസംബറിൽ വരുമെന്നുള്ളത് വളരെ 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 സംശയമാണ്. ഓടി പോയോ? സൗണ്ട് പോയോ? സൗണ്ട് ഓക്കെ ആണോ? സൗണ്ട് ഓക്കെ? നിങ്ങളുടെ സ്ഥലത്തൊക്കെ എങ്ങനെയാണ്? നല്ല മഴയുണ്ടോ? ഓക്കെ ആണ്, റൈറ്റ്. ഞാൻ പറഞ്ഞില്ല, ഭയങ്കര മഴയാണ് പുറത്ത്. ദാറ്റ് ഈസ് ദി റീസൺ. മഴയത്ത് അറിയാലോ കണക്ഷന്റെ പ്രോബ്ലം ഉണ്ടാവും. ദിസ് ആർ സം കൈൻഡ് ഓഫ് അൺകൺട്രോളബിൾ തിങ്സ്, റൈറ്റ്? വി കാൻ കൺട്രോൾ ഇറ്റ്. യെസ്, നമ്മുടെ ഇവിടെ ഇന്നലെ വരെ വെയിലായിരുന്നു, പക്ഷെ ഇന്ന് ക്ലാസ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല മഴയാണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, UDF ഗവൺമെന്റിന്റെ ചിന്ത അല്ലെങ്കിൽ UDF ഗവൺമെന്റിന്റെ കോൺസെപ്റ്റ് തന്നെ ഇതാണ്. ദേ ഡസന്റ് കൺസിഡർ അബൌട്ട് ഫ്യൂച്ചർ ആസ്പിരൻസ്. ഫ്യൂച്ചർ ആസ്പിരൻസിനെ കൺസിഡർ ചെയ്യൂല. നിലവിലുള്ള ലിസ്റ്റും അതിലുള്ള ഉദ്യോഗാർത്ഥികളും അത് മാത്രമേ ഇവരുടെ കൺസിഡറേഷനിൽ വരും. ഇതാണ് ഇവരുടെ കുഴപ്പം. കുറെ പേർക്ക് ഇപ്പൊ ഇതിന് എനിക്കെതിരെ പറയണമെന്നുണ്ടാവും, ബട്ട് ദിസ് ഈസ് ദി തിങ്. 10 വർഷത്തിന് ശേഷം നിങ്ങൾ അതിന്റെ മുമ്പോട്ട് നോക്കിയാൽ മതി. എന്താണ് നോക്കിയോ? CPOയുടെ ലിസ്റ്റ് ആണെങ്കിലും LDCയുടെ ലിസ്റ്റ് ആണെങ്കിലും എന്ത് ചെയ്യും? എക്സാം വന്നു, എല്ലാവർക്കും ജോലി കൊടുക്കുന്നവരെ വെക്കും. അതാണ്, ആ ഒരു പാറ്റേൺ ആണ് ഇവർ ഫോളോ ചെയ്യുന്നത്. LDF ഗവൺമെന്റിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗിവ് ദ ഫ്യൂച്ചർ സ്റ്റുഡൻസ്, ഫ്യൂച്ചർ ആസ്പിരൻസിനും അല്ലെങ്കിൽ PSCക്ക് പുതുതായി പഠിക്കാൻ വരുന്നവർക്കും എന്ത് ചെയ്യുക? ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, ഓപ്പർച്യൂണിറ്റി നൽകുക. എല്ലാ വർഷവും ഇയർലി എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ട് PSCയെ എന്ത് ചെയ്യുക? മോഡേൺ കോമ്പറ്റേറ്റീവ് എക്സാം ആയിട്ട് മാറ്റിയെടുക്കുക. ഇതാണ് LDF ഗവൺമെന്റിന്റെ കോൺസെപ്റ്റ്. മനസ്സിലായോ? ഇതാണ് LDF ഗവൺമെന്റിന്റെ കോൺസെപ്റ്റ്. ഇവിടെ ഇവരെന്ത് ചെയ്യില്ല? വേക്കൻസി കൺസിഡർ ചെയ്യില്ല. ഇവര് എക്സാം കണ്ടക്ട് ചെയ്യുന്നു. ഒരു എക്സാം എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യുന്നു. ആ കണ്ടക്ട് ചെയ്യുന്നതിൽ ഏറ്റവും ടോപ്പായിട്ട് വരുന്ന ഒരു 100 പേർക്ക് ജോലി കൊടുക്കുക. ആ ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കൊടുക്കുക എന്നുള്ള കോൺസെപ്റ്റിലല്ല LDF ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. എക്സാം കണ്ടക്ട് ചെയ്യുക, അതിലെപ്പോഴും മുന്നിൽ നിൽക്കുന്ന കുറെ പേർക്ക് ജോലി കൊടുക്കുക. ലിസ്റ്റിൽ എല്ലാവർക്കും ജോലി കൊടുക്കണം എന്നുള്ള ചിന്ത ആർക്കില്ല? LDF ഗവൺമെന്റിനില്ല. പലർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് ഞാനത് മീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. റൈറ്റ്. പക്ഷെ ഇവിടുത്തെ പോസിറ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഒരു വർഷം ഒരു സ്റ്റുഡന്റിന് ടോപ്പ് 100ൽ വരാൻ പറ്റിയില്ല. ആ സ്റ്റുഡന്റിന് വീണ്ടും ഓരോ വർഷവും പിന്നീട് ഇങ്ങനെ അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ടു റെക്ടിഫൈ ഹിംസെൽഫ്.
അല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്, എക്സാം വരികയാണ്, അറ്റൻഡ് ചെയ്യാണ്. സോ ഈ സ്റ്റുഡന്റിന് തന്നെ 5 വർഷം കൊണ്ട് 5 അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. സബ് ഇൻസ്പെക്ടറുടെ കേസിൽ അല്ലെ, നോക്കിയ നിങ്ങൾ 2023 ലിസ്റ്റില് ടോപ്പ് ചെയ്യാൻ പറ്റാത്തവനായിരിക്കും 2024 വരുമ്പോൾ ടോപ്പ് ചെയ്യാം. ബിക്കോസ് ദിസ് സ്റ്റുഡന്റ് ഈസ് ഗെറ്റിംഗ് ഓപ്പർച്യൂണിറ്റി അഗെയിൻ ആൻഡ് അഗെയിൻ. ലിസ്റ്റ് ചുരുങ്ങുന്നു, ഇങ്ങനെയല്ല, ആ വർഷവും എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ ലിസ്റ്റ് ചുരുങ്ങണമല്ലോ. ലിസ്റ്റ് ചുരുങ്ങുന്നു, ലിസ്റ്റ് ചുരുങ്ങിയിട്ടല്ലേ, പണ്ട് 1000 പേരുടെ ലിസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ 250 പേരുടെ ലിസ്റ്റ് ഇടും. എന്നിട്ട് അതിൽ എന്ത് ചെയ്യുക, ഒരു 150 പേർക്ക് ജോലി കൊടുക്കുക. ദിസ് ഈസ് ദി കോൺസെപ്റ്റ്. എനിക്ക് തോന്നുന്നു ദിസ് കോൺസെപ്റ്റ് ഈസ് ബെറ്റർ. എല്ലാ വർഷവും എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ട് അതിലെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നവർക്ക് കൊടുക്കുക. കാരണം എന്താ, ഇനിയിപ്പോ മാർക്ക് ടോപ്പായിട്ട് കിട്ടാത്തവർക്ക് വീണ്ടും ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. ബട്ട് ഹിയർ എന്ത് സംഭവിക്കും, ഓപ്പർച്യൂണിറ്റി ഇല്ല, ഒറ്റ എക്സാമിൽ കഴിഞ്ഞു എല്ലാം. പിന്നീട് നിങ്ങൾ ഒരു എക്സാം വരണമെങ്കിൽ 3 വർഷം 4 വർഷം കാത്തിരിക്കണം. ഇവിടെ എന്ത് സംഭവിക്കും, ഫ്യൂച്ചർ ഓക്കെ, ഭാവി അല്ലെങ്കിൽ വരുന്ന ഉദ്യോഗാർത്ഥികളോട് ഇവിടെ നമുക്ക് ഒരു എന്താ പറയാ, ഒരു കൺസിഡറേഷൻ ഇല്ലാതെയായി പോകും. മനസ്സിലായോ? ദാറ്റ് ഈസ് ദി പ്രോബ്ലം. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഇത് ആക്ച്വലി ഞാൻ ഇവിടെ പറഞ്ഞത് കുറച്ച് പൊളിറ്റിക്സ് ആണെങ്കിലും ദിസ് ഈസ് ദി തിങ് വിച്ച് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഹിയർ. ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾ കേൾക്കാം. ഇംഗ്ലീഷ് GK സ്ലോട്ടിൽ ഒരു സബ്ജക്ട് ഫുൾ കവർ ചെയ്ത് നെക്സ്റ്റ് സബ്ജക്റ്റിലേക്ക് പോകുന്നതാണ് ബെറ്റർ. നിവ്യ, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഒരു സബ്ജക്ട് പോളിറ്റി, ഒരു സബ്ജക്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഒബ്വിയസ്ലി യു വിൽ ഗെറ്റ് ബോർഡ്. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റഡി 2 സബ്ജക്ട് ടുഗദർ. 2 സബ്ജക്ട് ഒരുമിച്ച് പഠിക്കുന്നത് നന്നായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ പോളിറ്റി പഠിക്കാം. ഇത് തന്നെ ഒരു സമയത്ത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമ്പോൾ ഒബ്വിയസ്ലി വി ആർ ഹ്യൂമൻസ്, വി വിൽ ഗെറ്റ് ബോർഡ്. അതിനോട് എന്ത് ചെയ്യാം, അല്ലെ, 1.5 മണിക്കൂർ പോളിറ്റി പഠിക്കാം, അല്ലെങ്കിൽ 1 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു ദിവസം പോളിറ്റി പഠിക്കാം. പോളിറ്റി എപ്പോഴാണ് നിങ്ങൾക്ക് ബോറടിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കാത്ത ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, യു ക്യാൻ ഡു ദിസ്, കുഴപ്പമില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് 2 സബ്ജക്ട് ആൾട്ടർനേറ്റീവ് ആയിട്ട് ആയിരിക്കും നല്ലത്. കാരണം മറ്റൊരു സബ്ജക്ട് പോവാം, സബ്ജക്ട് എക്സ്പ്ലോർ ചെയ്യാം. നമ്മുടെ മിക്സ്ഡ് ആണ്, മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വരാറുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മിക്സ്ഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. പലരും എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് സെക്ഷനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ടൈപ്പ് 10 ക്വസ്റ്റ്യൻ, ആക്റ്റീവ് പാസീവ് വോയിസിന്റെ 10 ക്വസ്റ്റ്യൻ. ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ബ്രെയിൻ എന്ത് ചെയ്യും, ഇതിന് ഡിപെൻഡന്റ് ആവും. പക്ഷെ റിയൽ എക്സാമിന് എന്താണ്, മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ടാഗ്, രണ്ടാമത്തെ ആക്റ്റീവ് പാസീവ് വോയിസ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഈ 6 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യിക്കണം. സോ നമ്മളിപ്പോൾ പോകുന്ന എക്സാംസിന്റെ റാങ്ക് ലിസ്റ്റ് നെക്സ്റ്റ് ഇയർ ജൂണിനുള്ളിൽ വരാൻ ചാൻസ് ഉണ്ടോ, പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് അറിയാനായിരുന്നു. ഏജന്റ് 0 ജൂണിനുള്ളിൽ വരും. ജൂണിനുള്ളിൽ വന്നാൽ ടോപ്പ് 50ലും, യൂണിഫോം പോസ്റ്റിന്റെ ടോപ്പ് 50ലും, യൂണിവേഴ്സിറ്റിയുടെ ടോപ്പ് 100ലും, കമ്പനി ബോർഡിന്റെ ടോപ്പ് 500ലും നിങ്ങൾ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അഡ്വൈസ് ആവും, കാത്തിരിക്കേണ്ടി ഒന്നും വരില്ല. ഇപ്പൊ നമ്മള് ഈ വന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നമ്മുടെ ഹംന 67 അങ്ങനെയാണ് റാങ്ക്. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സാർ എനിക്ക് അഡ്വൈസ് വന്നു, ഞാൻ പോവാണെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. 67 66 അങ്ങനെയാണ് റാങ്ക്. സോ ഇഫ് യു ഗെറ്റിംഗ് ഈ പറഞ്ഞ റാങ്കിനുള്ളിൽ കിട്ടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അഡ്വൈസ് കിട്ടും, നിങ്ങൾക്ക് പോവുകയും ചെയ്യാം. റാങ്കിന്റെ ഇതിങ്ങനെ കൂടുമ്പോൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. ഫോക്കസ് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ആതിര ഷാനിർ, ഫോക്കസ് കിട്ടാൻ ദിസ് ഈസ് അനദർ കൈൻഡ് ഓഫ് ടോപ്പിക്. ഇത് വേറൊരു മെന്റർഷിപ്പ് സെഷൻ വെച്ച് പറയേണ്ട കാര്യമാണ്. പഠിക്കുന്ന സമയത്ത് യു ഹാവ് ടു ഗിവ് ഫുൾ 100% ഓഫ് യുവർ പ്രിപ്പറേഷൻ ടു ദിസ്. അല്ലെങ്കിൽ എന്താണ് പഠിക്കുന്നത് അതിന് കൊടുക്കുക. അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ തലയിൽ വെച്ച് അച്ഛനുണ്ടല്ലോ, അമ്മയുണ്ടല്ലോ, ഭർത്താവുണ്ടല്ലോ, ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, അല്ല, നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ യു ഹാവ് ടു തിങ്ക് ഓൺലി അബൌട്ട് ഇറ്റ്. കുറെ കാര്യങ്ങൾ തലേനുള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് അത് ചെയ്യണം, ഇത് ചെയ്യണം, പഠിക്കാതിരിക്കുമ്പോഴായിരിക്കും പല കാര്യങ്ങളും ചെയ്യണം തീരുമാനിക്കാം, അല്ലെ? അങ്ങനെയൊക്കെയുള്ള കുറെ പ്രോബ്ലംസ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് ഒരു സെക്ഷൻ ചെയ്യാം. റിവിഷൻ സ്ട്രാറ്റജിക്ക് ഞാൻ ഓൾറെഡി ബാച്ചിന് ഇത് ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ ഇതിന്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു സെക്ഷൻ ചെയ്യാം. അതേപോലെ തന്നെ ഫോക്കസിൽ എങ്ങനെ ചെയ്യാം, ഫോക്കസിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതും ഒരു സെക്ഷൻ നമുക്ക് ചെയ്യാം. വലിയ ടോപ്പിക്കാണ്, ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല.
സാർ എസ് ഐ ഇനി ഡിസംബറിലാകാൻ ചാൻസ് ഉണ്ട്. എസ് ഐയുടെ എക്സാം ഡിസംബറിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഡിസംബറിലായിരിക്കും ഉണ്ടാവുക. മോസ്റ്റ് പ്രോബബ്ലി സബ് ഇൻസ്പെക്ടറുടെ എക്സാം ഡിസംബറിലായിരിക്കും. ഡിസംബറിൽ എന്തായാലും ഉണ്ടാവും. നവംബറിൽ ഇപ്പൊ 2 സ്ലോട്ടുകൾ ഉണ്ട്. ബട്ട് ഡിസംബർ ആയിരിക്കും ഉണ്ടാവുക. ഇനി എന്ത് ചെയ്യും? ഇവർ ലേറ്റ് ആക്കും. കാരണം ഇനി ഒരു സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷന്റെ സാധ്യത മങ്ങുകയാണ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി 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 ലെസ് ചാൻസ്. അപ്പൊ എന്ത് ചെയ്യും? കുറച്ചൊന്ന് ഹോൾഡ് ഒക്കെ ചെയ്തിട്ട് എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്താൽ മതി എന്ന് PSCക്ക് തോന്നും. ഈ ഡിസംബർ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം സബ് ഇൻസ്പെക്ടറുടെ നോട്ടിഫിക്കേഷൻ വരുമോ ഇല്ലയോ എന്നുള്ളത്. വന്നില്ലെങ്കിൽ നിലവിലുള്ള ലിസ്റ്റ് ഒന്നങ്ങോട്ട് വലിച്ചങ്ങ് നീട്ടും. ടെസ്റ്റ് സീരീസ് നീട്ടിയോ? യെസ്, നീട്ടി. ഓക്കെ, നമ്മള് ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? യൂണിഫോം ബാച്ച് എക്സൈസും ജയിലറിനും ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ നമുക്കറിയാം നിങ്ങളുടെ അഡ്മിഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ടെസ്റ്റ് സീരീസ് റീഷെഡ്യൂൾ ചെയ്തു. ഓക്കെ, ടെസ്റ്റ് സീരീസ് എപ്പോഴും എക്സാമിന്റെ 1.5 മാസം മുമ്പ് അല്ലെങ്കിൽ 2 മാസം, 2 മാസമല്ല 1.5 മാസം മുമ്പേ നമ്മളത് ചെയ്യിക്കുള്ളൂ. എന്നാലേ നിങ്ങൾ എക്സാമിന് അടുത്തെത്തുമ്പോഴേക്ക് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ അതിലേക്ക് വരുള്ളൂ കേട്ടോ. കറണ്ട് അഫയേഴ്സ് 10th ലെവൽ എക്സാമിന് പഠിക്കുന്ന പോലെ എല്ലാ ഫാക്ടും നോക്കണോ ഡിഗ്രി മെയിൻസിന്? ആക്ച്വലി നമ്മൾ ഡിഗ്രി മെയിൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡിഗ്രി ലെവലിൽ എപ്പോഴും കറണ്ട് അഫയേഴ്സ് കുറച്ച് ഡെപ്തിലാണ് ചോദിക്കാറുള്ളത്. നിങ്ങൾ നോക്കിയാൽ മതി. ചോദിക്കുന്ന ചോദ്യം നല്ല സ്റ്റാൻഡേർഡ് ചോദ്യവും ഡെപ്തിൽ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ 1 വേർഡ് ആയിട്ട് 1 ടൈം ആയിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. ഞാൻ ഓൾറെഡി കറണ്ട് അഫയേഴ്സ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് മസ്റ്റ് ആയിട്ട് കാണുക. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഡിഗ്രി ലെവലിൽ PIB ഒക്കെയാണ് ഞാനത് PIB ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. വെരി വെരി ക്രിസ്പ് ആയിട്ടുള്ള നോട്ടാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നലെ ഒരു CPOയുടെ എക്സാം കഴിഞ്ഞിട്ടായിരുന്നു അല്ലെ, സിവിൽ പോലീസ് ഓഫീസറുടെ എന്തോ NCA നോട്ടിഫിക്കേഷൻ അങ്ങനെ എന്തോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പൊ അതിൽ സെൻസസിന്റെ ചോദ്യം ഉണ്ടായിരുന്നു. അത് നമ്മുടെ പോളിറ്റിയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഡിസബിലിറ്റീസ് ആക്ടിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. റൈറ്റ്. സോ അത് ഡിഗ്രി ലെവലിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ചോദ്യങ്ങൾ വരുന്നുണ്ട്. CAPF വരെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? PIB വെച്ച് കവർ ചെയ്ത് പഠിച്ചുകൊണ്ടാണ്, പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ്. അതിനാണ് അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇനിയിപ്പോ ഒരു സമാധാനത്തിന് 10th ലെവൽ 1 വേർഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതും പഠിക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഡിഗ്രി ലെവലിൽ എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കാണാറുള്ളത്. ബട്ട് അപ്പോയിന്റ്മെന്റ് നടക്കുന്നില്ലല്ലോ. ഇനി ലിസ്റ്റ് എക്സ്റ്റൻഷൻ ഉണ്ടാവോ? കറണ്ട് CB യൂണിവേഴ്സിറ്റി ഇപ്പോഴത്തെ കറന്റ് ലിസ്റ്റ് എക്സ്റ്റൻഷൻ ആവാനുള്ള സാധ്യത കുറവാണ്. ഇനി വരുന്ന ലിസ്റ്റുകൾ എക്സ്റ്റെൻഡഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് ദി പ്രോബ്ലം. സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അതാണ് UDF ഗവൺമെന്റിന്റെ ഒരു കോൺസെപ്റ്റ് തന്നെ. നിലവിലുള്ള ലിസ്റ്റിൽ എത്ര പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുക്കുക. പുതിയ എക്സാംസ് എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യേണ്ട. അതാണ് ആ ഗവൺമെന്റിന്റെ ഒരു ചിന്ത. ലിസ്റ്റ് എക്സ്റ്റൻഷൻ ഉണ്ടായത് ഇലക്ഷൻ കാരണമാണ്. കമ്പനി ബോർഡ് ഡിസംബർ ആകുമ്പോൾ എക്സാം. കമ്പനി ബോർഡ് നവംബർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നവംബറിലേക്ക് ഡിസംബറിൽ എന്തായാലും ഉണ്ടാവും. യെസ് വന്നാലും അവരുടെ അതെ, വന്നാലും ഫൈനൽ സബ് ഇൻസ്പെക്ടർ ഫൈനൽ റിസൾട്ട് ഡിസംബറിൽ അടുത്ത ഒരുപാട് സമയം എടുക്കും. സോ സബ് ഇൻസ്പെക്ടർ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ എന്ത് ചെയ്യുക? ഇത് ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിചാരിച്ച് പഠിക്കുക കേട്ടോ. പിന്നെ സബ് ഇൻസ്പെക്ടറുടെ കേസ് ഞാൻ ഡിഫറെന്റ് ആയിട്ട് പറയാം. ഓക്കെ, ഇത് ഡിഫറെന്റ് കേസാണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ വർഷവും എക്സാം നടന്ന് എന്ത് ചെയ്തു? ഈ സബ് ഇൻസ്പെക്ടർ സിലബസ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് മോഡേണൈസ് ആയിപ്പോയി. പരിഷ്കാരി ആയിപ്പോയി അല്ലെ. പരിഷ്കാരി എന്ന് പറയൂല നമ്മൾ ബാക്കിയുള്ള സിലബസ് വെച്ച് നോക്കുമ്പോൾ ഈ സബ് ഇൻസ്പെക്ടറിന്റെ സിലബസ് പരിഷ്കാരിയാണ്. അപ്പൊ ഇത് ഡിഫറെന്റ് ആയിട്ട് തന്നെ നമ്മൾ സബ് ഇൻസ്പെക്ടറുടെ കേസ് സംസാരിക്കണം. ഇത് ഞാൻ ഡിഫറെന്റ് ആയിട്ട് ഒരു സെക്ഷൻ വെക്കാം. പിന്നെ ഒരു കാര്യം കൂടി, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി, നിങ്ങൾ എല്ലാ എക്സാമിന്റെയും പുറകെ ഓടുമ്പോൾ, എല്ലാ എക്സാമും നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ അല്ലെ, ചില ഉദ്യോഗാർത്ഥികൾ എന്തായിരിക്കും, 1 or 2 എക്സാം മാത്രമേ ഫോക്കസ് ചെയ്യൂ. എപ്പോഴും മൈൻഡിൽ എന്തായിരിക്കും? ഒരു എക്സാം ആയിരിക്കും. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അടിച്ചെടുക്കണം, എനിക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മതി, അല്ലെങ്കിൽ കമ്പനി ബോർഡ് മതി. ഇവരെന്ത് ചെയ്യും? 100% ഇതിന് കൊടുക്കും. ഇവരെ മിക്കമാരും എന്ത് ചെയ്യും? ഈ എക്സാം ക്രാക്ക് ചെയ്യുകയും ചെയ്യും. വേറെ കുറെ ഉദ്യോഗാർത്ഥികളുണ്ട്, എന്ത് കുറെ എക്സാമിന്റെ പുറകെ ഓടും, എല്ലാത്തിന്റെയും പുറകെ ഓടും, എന്നിട്ട് ഒന്നും കിട്ടൂല. ഈ അവസ്ഥ വരാൻ പാടില്ല. ഓക്കെ, ഈ അവസ്ഥ വരാൻ പാടില്ല. എപ്പോഴും താങ്ക് ഗോഡ്, ഓക്കെ, നമ്മള് ദൈവത്തിനോട് നന്ദി പറയാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിലബസ് മാറിയില്ല. സിലബസ് മാറാത്തതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം അല്ലെ.
ജയിലറിന്റെയും എക്സൈസിന്റെ ഒക്കെ പഴയ സിലബസ് ആണ്. 80 മാർക്കൊക്കെ സെയിം തന്നെയാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ട് ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു എക്സാമിനും 2 എക്സാമിനും ഭയങ്കരമായിട്ട് ഫോക്കസ് കൊടുക്കുക. ഇതായിരിക്കണം നിങ്ങളുടെ എയിം. ബാക്കിയുള്ള എക്സാംസ് എഴുതണ്ടെന്നല്ല, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഡ്രെയിൻ ഔട്ട് ആവാൻ പാടില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുക, നമ്മുടെ അഡ്മിൻ അല്ലെങ്കിൽ നമ്മുടെ ലാഫോഴ്സയുടെ അഡ്മിൻ ഷിജിന്റെ തന്നെ ഞാൻ എക്സാമ്പിൾ എടുത്ത് പറയാം. പുള്ളിക്ക് എക്സൈസ് ഇൻസ്പെക്ടർ റാങ്ക് 8ഓ 9ഓ കിട്ടി അല്ലേ? അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കിട്ടി. ഏതൊക്കെയോ എക്സാം കിട്ടിയിട്ടുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, LDC എല്ലാം കിട്ടി. ആകെ ഒരു എക്സാമിന് മാത്രമല്ല, ഒരു ജോലിക്ക് മാത്രമല്ല പോകാൻ പറ്റുള്ളൂ അല്ലെ? പുള്ളി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ചൂസ് ചെയ്തു. ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരുപാട് എക്സാംസ് നിങ്ങൾ എഴുതിയിട്ട് ഒരുപാട് എക്സാംസ് റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെ പേര് വന്നാലും ഏതെങ്കിലും ഒരു ജോലിക്കല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതേത് ജോലി ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിൽ ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക, ആ ജോലിക്ക് ഫോക്കസ് ചെയ്യുക, ആ ജോലിക്ക് പഠിക്കുക. അല്ലാതെ നിങ്ങളിപ്പോ എല്ലാ റാങ്ക് ലിസ്റ്റിലും നിങ്ങളെ പേര് വന്നെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് പ്രത്യേകം കപ്പൊന്നും കിട്ടാൻ പോകുന്നില്ല. ശരിയാണ്, ആദ്യത്തെ 1, 2, 3 ആഴ്ചകളിൽ ഭയങ്കര സംഭവമായിരിക്കും, ഇവന് ഭയങ്കരമായിട്ട് എല്ലാ റാങ്ക് ലിസ്റ്റിലും വന്നു. ഒരു കാര്യമില്ല. ഓക്കെ, ഒരു ജോലിക്ക് മാത്രമേ, ഒരു മാസം കഴിഞ്ഞാൽ അത് എല്ലാവരും മറന്നുപോകും. അതുകൊണ്ട് ഒരുപാട് റാങ്ക് ലിസ്റ്റുകളിലൊന്നും നമ്മളെ പേര് വരണം എന്നുള്ള ആഗ്രഹമൊന്നും, ദാറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് തിങ്സ്. ഓക്കെ, സോ എന്ത് ചെയ്യുക, എപ്പോഴും 1, 2 ജോലിക്ക് ഫോക്കസ് ചെയ്യുക, അത് അടിച്ചെടുക്കാൻ നോക്കുക. എല്ലാത്തിന്റെയും പുറകെ ഓടിയിട്ട് ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഒരുപാട് പേര് ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ്, അപ്പൊ അത് ചെയ്യാതിരിക്കുക. നെഗറ്റീവ് റേഞ്ച് എപ്പോഴും ഏത് റേഞ്ചിൽ കൺട്രോൾ ചെയ്യണം? നെഗറ്റീവ് റേഞ്ച് ഡിപ്പെൻഡിംഗ് അപ്പോൺ ദി എക്സാം ആണ് റേഞ്ച് പോകണം. എക്സാം സിമ്പിൾ ആണെങ്കിലും അല്ലെങ്കിൽ എക്സാം കടുപ്പമാണെങ്കിലൊക്കെ അത് ടെസ്റ്റ് സീരീസിൽ ഞാൻ പറയാറുണ്ട് ഈ കാര്യം, നെഗറ്റീവ് എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. എനിക്ക് മനസ്സിലായി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ റിലേറ്റഡ് ആണ്. പക്ഷെ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം എന്താണ്? ഐ നീഡ് അനദർ സെഷൻ. 30-40 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ ഇതിന്റെ ആൻസേഴ്സ് പറയാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ദി റീസൺ. സോ എന്തായാലും നമുക്ക് റിവിഷന്റെ സ്ട്രാറ്റജിയുടെ ഒരു സെക്ഷൻ ചെയ്യാം. എങ്ങനെ എക്സാം അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഫോക്കസ് ചെയ്യാം എന്നുള്ളതും ഒരു എക്സാം ചെയ്യാം. പിന്നീട് ഈ ചോദിച്ചല്ലോ നെഗറ്റീവ് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത്, ഓൾറെഡി ഇതൊക്കെ നമ്മുടെ ബാച്ചിൽ കവേർഡ് ആണ്. ബട്ട് ഐ വിൽ ഡു അനദർ സെഷൻ ഫോർ ഇറ്റ്. റൈറ്റ്. സോ ഇതിന്റെ റെക്കോർഡിങ്സ് എന്ത് ചെയ്യാം? ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, മെർജ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ ഈ പറഞ്ഞ പോലെ മടിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമില്ലാതെ മെന്റലി ടയർഡായിട്ട് ഇരിക്കുന്ന സ്റ്റുഡന്റ്, എന്താ പറയുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കുക. ദിസ് ഈസ് ദി തിങ് ആൻഡ് ദിസ് ഈസ് ദി കോമ്പറ്റീഷൻ. റൈറ്റ്. സോ ക്രക്സ് ആയിട്ട് പറയാം, ഇന്നത്തെ സെക്ഷൻ ഇത്രയേ ഉള്ളൂ. എക്സാമിന്റെ ഡേറ്റ് മാറ്റി, അതിനർത്ഥം നമ്മുടെ ഗോള് മാറി എന്നല്ല. ക്രക്സ്, നമ്മുടെ ഗോള് എപ്പോഴും ഫിക്സഡ് ആണ്, അതിലൊരു മാറ്റവും ഇല്ല. എക്സാമിന്റെ ഡേറ്റ് ഒരു ഡേറ്റിൽ നിന്ന് മറ്റൊരു ഡേറ്റിലേക്ക് മാറിയത് കൊണ്ട് ഇറ്റ് ഡസന്റ് മീൻസ് ദാറ്റ് അവർ ഗോൾ ഈസ് ചേഞ്ച്ഡ്. ഒരുപാട് സമയം കിട്ടുമ്പോൾ അതിനർത്ഥം ഒരുപാട് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റും. എല്ലാവരും ചെയ്യില്ല. ഹാർഡ് കോർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ത് ചെയ്യും, ഇത് യൂട്ടിലൈസ് ചെയ്യും. സോ അവരുടെ കൂടെ നമുക്കും ഓടിയെത്തണം അല്ലെ? സോ ഒരുപാട് സമയം കിട്ടുമ്പോൾ ഒരുപാട് ബെറ്റർ ആയിട്ട് പ്രിപ്പയർ ചെയ്യും. അതിനർത്ഥം മോർ കോമ്പറ്റീഷൻ ആവും. സോ ഈ കോമ്പറ്റീഷനിൽ നമ്മൾ ഇന്നാവണം. ഈ കോമ്പറ്റീഷനിൽ നമ്മൾ ഇന്നാവണം. സോ ഒരുപാട് സമയം കിട്ടി എന്ന് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് ദിവസം ഒന്ന് റിലാക്സ് ചെയ്യാനോ അതൊന്നും പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാം. നിങ്ങൾക്കൊന്ന് സമാധാനത്തിൽ എന്ത് ചെയ്യാം, സ്ലോ ഡൗൺ ചെയ്യാം. ബട്ട് ഇറ്റ് ഡസന്റ് മീൻസ് യു ക്യാൻ സ്റ്റോപ്പ് 4 days. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെ, ദിവസം മാറിയത്. ഇതുവരെ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥിയാണെങ്കിലും ഇതുവരെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിലും യു ഹാവ് ടു മേക്ക് ദിസ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി. ബിക്കോസ് ജീവിതം എപ്പോഴും രണ്ടാമത് ഒരു ഓപ്ഷൻ തരണമെന്നില്ല. വളരെ റെയർ ആണ് നമുക്ക് എപ്പോഴും അല്ലെ, നമ്മൾ ജീവിതത്തിൽ എടുക്കുന്ന പല ഡിസിഷൻസും നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റില്ല. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ജീവിതത്തിൽ എടുക്കുന്ന പല ഡിസിഷൻസും നിങ്ങൾക്ക് പിന്നീട് മാറ്റിയെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആവാം. പക്ഷെ ജീവിതം എപ്പോഴും സെക്കൻഡ് ചാൻസ് തരണമെന്നില്ല. നമുക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടി. സോ മേക്ക് ദിസ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. നമുക്ക് ഇത് ആലോചിച്ച് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ.
അല്ലെ? ഇങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. ഇവിടെ എന്ത് ചെയ്യാം, നമ്മൾ കൺട്രോൾ ചെയ്യാം. സബ് ഇൻസ്പെക്ടർ സ്പെഷ്യൽ ടോപ്പിക് ഒരുപാടില്ല, പറയാം. സബ് ഇൻസ്പെക്ടറിന്റെ സ്ട്രാറ്റജി ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. ഞാൻ പറയില്ല തേജസ് മോഹൻ, ഇഫ് യു ആർ റണ്ണിങ് ബിഹൈൻഡ് സോ മെനി എക്സാംസ് യു ഹാവ് ടു ഫൈൻഡ് ടൈം. നിങ്ങൾ അതിന്റെ സമയവും നിങ്ങൾ കണ്ടെത്തണം. സോ കൺട്രോളബിൾ ആയിട്ടുള്ള തിങ്സിന് എന്ത് ചെയ്യുക, യു ഹാവ് ടു ഫോക്കസ് ചെയ്യുക. 80% is here, ഡോണ്ട് ഫോക്കസ് ഓൺ 20%. ഇതിൽ ഫോക്കസ് ചെയ്യാം, പരാതി പറയാതിരിക്കുക. റൈറ്റ്. പ്രിലിംസിന്റെ റിസൾട്ട് ഇനിയും 2 ആഴ്ച വൈകാം, അതുവരെ കാത്തിരിക്കാൻ പറ്റില്ല. വി ഹാവ് ടു സ്റ്റഡി. മൊത്തത്തിൽ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആൻഡ് ഡിവൈഡ് യുവർ ഡേ ഇൻ 3, വെരി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ ദിവസം എന്ത് ചെയ്യണം, നിങ്ങൾ അല്ലെ 3 രീതിയിൽ ഡിവൈഡ് ചെയ്യണം. സ്ലോട്ട് 1, സ്ലോട്ട് 2, സ്ലോട്ട് 3. സ്ലോട്ട് 1 മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, വെരി ഇമ്പോർട്ടന്റ്. ദിസ് ഈസ് ഫിക്സ്ഡ് ഫോർ അവർ. സ്ലോട്ട് 2 GK ടോപ്പിക്സ് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം. സ്ലോട്ട് 3 കറണ്ട് അഫയേഴ്സ് പ്ലസ് സ്പെഷ്യൽ ടോപ്പിക്. റെക്കോർഡിംഗ് ഇടാം. സോ യു ഹാവ് ടു മെയിൻറ്റെയിൻ ആൻ ഇക്വിലിബ്രിയം ഹിയർ. നിങ്ങളുടെ സെലക്ഷൻ അല്ലെ ടോപ്പ് 15 ടോപ്പ് 100 വരണമെങ്കിൽ നിങ്ങൾ ഇതിൽ 3 ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ വെറും സ്പെഷ്യൽ ടോപ്പിക് മാത്രം വെച്ചിരിക്കാൻ പാടില്ല, കറണ്ട് അഫയേഴ്സ് വെച്ച് മാത്രം ഇരിക്കാൻ പാടില്ല, ഫിസിക്സും കെമിസ്ട്രിയും വെച്ച് മാത്രം ഇരിക്കാൻ പാടില്ല. മൊത്തത്തില് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യണം, എന്നാലേ നിങ്ങൾ സെലക്ഷനിലേക്ക് വരുള്ളൂ. ആൻഡ് നൗ യൂണിഫോം പോസ്റ്റിൽ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് യൂണിഫോം പോസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും പ്രിപ്പയർ ചെയ്യുക. ദെൻ വെരി ഷുവർ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട്, നോട്ട് ഷുവർ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട്. ദെൻ ഞാൻ പറഞ്ഞല്ലോ, ദാറ്റ്സ് ഇറ്റ്. സബ് ഇൻസ്പെക്ടർ കേസിൽ ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയാം, സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ട്രാറ്റജി സെഷൻ ഞാൻ ചെയ്യാം. സബ് ഇൻസ്പെക്ടർ തേജസ് മോഹനൻ ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ സിലബസ് ഒരുപാട് ഇവോൾവ് ആയി പോയി. ഓക്കെ, സബ് ഇൻസ്പെക്ടർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി സബ് ഇൻസ്പെക്ടറുടെ എക്സാം കുറച്ച് വൈകുന്നതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്. ജാനുവരി ഫെബ്രുവരി ഒക്കെ ആവുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാ ഞാൻ പറഞ്ഞത്? കാരണം എല്ലാ എക്സാംസും കഴിഞ്ഞിട്ട് ഒരു 3 മാസം കൂടി കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഈ എക്സാംസിന്റെ ഇടയിൽ എസ്ഐയുടെ എക്സാം കൂടി വന്ന് സബ് ഇൻസ്പെക്ടറുടെ എക്സാം കൂടി വന്നാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി റിയലി ഹെക്ടിക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 45 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് ആണ് സൈക്കോളജി. സൈക്കോളജി കംപ്ലീറ്റ് ചെയ്യാൻ 25 ക്ലാസ് ഞാൻ എടുത്തു. ഞാൻ തന്നെയാണ് സൈക്കോളജി പഠിപ്പിക്കുന്നത്. 25 ക്ലാസ്സിലല്ലേ, എത്രയും വാസ്റ്റ് ആണ് സിലബസ്. സൈക്കോളജിയുടെ കേസ് BNS, this is also vast. BNSS again vast ആണ് അല്ലെ. എന്നാലോചിച്ച് നോക്കൂ, BSA ഭാരതീയ സാക്ഷരതാ നിയമം 2023 അത് കുറച്ച് കുറവാണ്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ സിലബസ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. 45 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കില് നമ്മൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് പോളിറ്റി മൈനസ് ചെയ്താലും അപ് ടു 40 മാർക്സ് ഇവിടെ നിന്നാണ്. സബ് ഇൻസ്പെക്ടറിന്റെ കേസ് ഇത്രയേ ഉള്ളൂ. സ്പെഷ്യൽ ടോപ്പിക്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യു ആർ ഔട്ട് കേട്ടോ. ബാക്കി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യുക, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഫോക്കസ് ചെയ്യുക. അത് സബ് ഇൻസ്പെക്ടറിലുണ്ട്. പിന്നീട് നമ്മൾ GK ടോപ്പിക്സ് ഫോക്കസ് ചെയ്യുന്നതിലും ചെറിയ വ്യത്യാസങ്ങൾ വരുത്തണം സബ് ഇൻസ്പെക്ടറുടെ കേസിൽ. കാരണം എന്താ അറിയോ, ഹിസ്റ്ററിക്കാകെ 3 മാർക്കാണ് ഉള്ളത്. 3 ബുക്ക് പഠിച്ചാലും 3 മാർക്ക് കിട്ടുക. ജോഗ്രഫിയുടെ കേസ് ആണെങ്കിലും 3 മാർക്കാണുള്ളത്. 3 ബുക്ക് അപ്പൊ നമ്മൾ അതിൽ ചെറിയ ചെറിയ വ്യത്യാസം വരുത്തണം. നമ്മൾ മറ്റ് എക്സാംസിന്റെ GK ടോപ്പിക്സിൽ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഇല്ലേ, അത് സബ് ഇൻസ്പെക്ടറുടെ കേസിലെ സ്പെഷ്യൽ ടോപ്പിക്കിന് കൊടുക്കണം. അങ്ങനെയുള്ള ചേഞ്ചസ് ഇവിടെ വരുത്തണം സബ് ഇൻസ്പെക്ടറുടെ കേസിൽ. ദാറ്റ് ഈസ് എ ഡിഫറെന്റ് കേസ്. ഓക്കെ, എന്ത് ചെയ്യുക, സബ് ഇൻസ്പെക്ടറുടെ സ്ട്രാറ്റജി സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. റൈറ്റ്. ഇതിപ്പം നമ്മൾ പറഞ്ഞാലും മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി പോകും. ആൻഡ് സബ് ഇൻസ്പെക്ടറിന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കറന്റ് എന്ത് ചെയ്യുക, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. അതിന്റെ കൂടെ ദിസ് ഈസ് ഗോയിങ് ടു ബി ടഫ്, എനിക്കറിയാം. നിങ്ങൾ എല്ലാ എക്സാംസിന്റെയും പുറകെ ഓടുമ്പോൾ ഇത് സംഭവിക്കും. എന്ത് ചെയ്യുക, സ്പെഷ്യൽ ടോപ്പിക്കും പഠിക്കണം. സബ് ഇൻസ്പെക്ടർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കണം. സൈക്കോളജി പഠിക്കണം, BNS പഠിക്കണം, BNSS ഒക്കെ പഠിക്കണം. ഇപ്പൊ നിങ്ങൾ പഠിക്കണം, നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ജയിലർ പോലെയോ എക്സൈസ് പോലെയോ അല്ല. ജയിലറിന്റെയും എക്സൈസിന്റെയും സ്പെഷ്യൽ ടോപ്പിക് 6 ക്ലാസ് 7 ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം 1 അവർ. പക്ഷെ ഇത് പറ്റൂല, സബ് ഇൻസ്പെക്ടർ പറ്റൂല. സെപ്പറേറ്റ് ആയിട്ട് ഒരു സെക്ഷൻ ഞാൻ ചെയ്യാം കേട്ടോ, സബ് ഇൻസ്പെക്ടറിനെ ഞാൻ ചെയ്യാം. ബട്ട് ഇപ്പൊ ഇത്രയുള്ളൂ, നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. സ്പെഷ്യൽ ടോപ്പിക് സബ് ഇൻസ്പെക്ടറിന് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ
യു ഹാവ് ടു സ്റ്റഡി ദി സ്പെഷ്യൽ ടോപ്പിക്. കാരണം കോസ്റ്റ് ബെനിഫിറ്റ് കൂടുതലാണ്. കോസ്റ്റ് ബെനിഫിറ്റ് അനുസരിച്ച് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. റൈറ്റ്. ഓക്കെ. സെക്ഷൻ നമ്മുടെ നീണ്ട പോവാണ്. റൈറ്റ്. സോ ഇന്നത്ര മതി. നമുക്ക് എന്ത് ചെയ്യാം, ഇഫ് യു ഗൈസ് ആർ നിങ്ങൾക്ക് ഏതിലാണ് നിങ്ങൾക്ക് മെന്റർഷിപ്പ് സെക്ഷൻ വേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ, ഡിസ്കഷൻ ഗ്രൂപ്പിൽ പറഞ്ഞാലും മതി. വി വിൽ കൺസിഡർ ഇറ്റ് ആൻഡ് വി വിൽ ഡു ഇറ്റ്. ഓക്കെ. സോ നമുക്ക് ഇന്നത്ര മതി. സോ വൺസ് അഗെയിൻ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ആൻഡ് ഓണാണ് വരാൻ പോകുന്നത്. ഓക്കെ. ഓണം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. ഓക്കെ. ഹെക്ടിക് ആയിട്ട് എന്താ പറയാ, ഓണം ഒന്നും ആഘോഷിക്കേണ്ട കാര്യമില്ല. വളരെ റിലാക്സ് ചെയ്ത് ഓണമൊക്കെ ആഘോഷിക്കുക. ഓക്കെ. സോ പ്രിപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ. യു ഹാവ് ടു സ്റ്റഡി. സ്റ്റോപ്പിംഗ് എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. സ്റ്റോപ്പ് ചെയ്യുന്നപ്പോഴാണ് അഡ്വൈസ് കിട്ടിക്കഴിഞ്ഞാൽ. അഡ്വൈസ് കിട്ടിയാൽ മാത്രമേ നമ്മളെ പ്രിപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. സോ വൺസ് അഗൈൻ സി യു ആൻഡ് താങ്ക് യു. ഓക്കെ. ക്ലാസിന്റെ തുടക്കത്തിലൊക്കെ ഒരുപാട് കട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വൺസ് അഗൈൻ യു ഗൈസ് ആർ ഹിയർ. താങ്ക് യു. അടുത്ത സെക്ഷനിൽ കാണാം.